നിൻ വചനങ്ങൾ എത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോഴവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോഴവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ദൈവമേ, വചനം പറയുവാൻ കഴിവ് തരയണമേ, കേൾക്കുവാൻ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്ദ്യനായ ജോർജ് കുട്ടി അച്ഛൻ ഉദ്ഘാടനം ദൈവവചനത്തിലൂടെ സ്പർശനമാക്കിയപ്പം എൻ്റെ യുവാവായിരുന്ന കാലം ഓർക്കുകയാണ്. തലൂർ പള്ളിയിൽ അച്ഛനെ വികാരിയായി സേവനം അനുഷ്ഠിക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന്, അന്നൊരു യുവാവായി ഞാനിരുന്ന് പാട്ടുകളൊക്കെയും വാക്യങ്ങളൊക്കെ അച്ഛൻ പഠിപ്പിക്കുന്ന അന്നത്തെ ഒരു കാലഘട്ടം പെട്ടെന്ന് ഞാൻ ഓർക്കുകയും, അതെന്തുകൊണ്ടും ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കോൺക്രീറ്റായ ഒരു ചങ്ങലയുണ്ട്. അച്ഛൻ എന്നെ പഠിപ്പിച്ച അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഈ കർത്തൂപ്പായിട്ടുകൊണ്ട് പ്രസംഗിക്കുന്നു. രണ്ടാമത്, നിഷ്ഠയുടെയും വിശുദ്ധിയുടെയും മലങ്കര സഭയുടെ അഭിമാനമായിരിക്കുന്ന സേവേറിയോസ് തിരുമേനോടൊപ്പം സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് ആ നിഷ്ഠയിൽ ദേവാലയം ഭംഗിയായി സഭാവിശ്വാസത്തിൽ കൊണ്ടുപോകുന്ന എന്നോടൊപ്പം സെമിനാരിൽ പഠിച്ച ഈ ഇടവയുടെ വികാരിയായ ഗീവർഗീസ് അച്ഛൻ. ജോർജ് കുട്ടി അച്ഛൻ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ പഠിപ്പിച്ച രണ്ട് അച്ഛന്മാർ, ഒന്ന് ബഹുമാനപ്പെട്ട ജോബി അച്ഛനും ബഹുമാനപ്പെട്ട സുജി അച്ഛനും. അപ്പോൾ എന്നെ പഠിപ്പിച്ച അച്ഛൻ്റെയും എന്നോടൊപ്പം പഠിച്ച അച്ഛൻ്റെയും ഞാൻ പഠിപ്പിച്ച അച്ഛന്മാരുടെയും ഈ 4 പേരുടെയും മുമ്പിൽ നിന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് തമ്പുരാൻ അവസരം തന്നു. ബഹുമാനപ്പെട്ട ജോബി അച്ഛനും ഞാനും അച്ഛൻ്റെ പിതാവും ഒക്കെ തന്നെ ഒരു കുടുംബ ബന്ധമാണ്. സുജി അച്ഛൻ അന്നു മുതലേ ഒരു അനുജനെ പോലെ ആ കണക്ഷൻ വിട്ടുപോകാതെ ആ ദൈവിക ബന്ധത്തിൽ ഇതൊക്കെ ഒരു മാലയുടെ പളുങ്കുകളായി കോർത്തിണക്കുവാൻ ഈ പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാളിൽ ധന്യമായ അനുഭവ സാക്ഷ്യമായി തീരട്ടെ. ദൂരം നിന്ന് കേട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് കാസറ്റിലൂടെ ഒരു കൊയർ പാടുകയാണെന്ന്. ഞാൻ മുഖസ്തുതി പറയുന്ന ആളല്ല, ഉള്ളത് പ്രത്യേകിച്ച് പാട്ടിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് പറയും. പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വികാരി അച്ഛനോട് പറഞ്ഞച്ചാൽ വളരെ ഭംഗിയായിട്ടാണ് നിങ്ങൾ പാടുന്നത്, തമ്പുരാൻ കൂടുതലായിട്ട് അവസരം തരട്ടെ. പ്രത്യേകിച്ചും മദ്ബായിലും ഗായക സംഘത്തിലൊക്കെ പാടുന്നവർ എത്ര ഭംഗിയോടും ആത്മാർത്ഥതയോടും, പിന്നെ നമ്മൾ പാടി വരുമ്പം നമ്മൾ വലിയ മിടുക്കരാണെന്നൊരു തോന്നൽ വരുമ്പോൾ മാത്രമേ നമുക്ക് വീഴ്ച വരത്തുള്ളൂ. അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനായ 10-22 വർഷമായി എന്തെങ്കിലും കഴിവുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ആ ദിവസം തന്നെ എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ വളരെ താഴ്മയോടും വിശുദ്ധിയോടും കൂടി ജീവിച്ച മാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ വന്നു നിൽക്കുന്ന ദൈവമക്കളെ,
നമുക്ക് ഈ കിട്ടുന്ന അവസരം വളരെ വലുതാണ്. ഞാൻ അച്ഛനോട് പറയുകയായിരുന്നു, ഇത്രയും പേരേ ഉള്ളൂ, പക്ഷെ ഞാനിവിടെ കാണുന്നത് നല്ല നിറഞ്ഞ ഒരു സദസ്സനെയാണ്. ഈ 6 മാസം മുമ്പൊക്കെ പള്ളിയിൽ 5 പേർക്കല്ലേ വരാൻ പറ്റുകയുള്ളൂ. ദുഃഖവെള്ളിയാഴ്ച എനിക്ക് പള്ളിക്ക് നിറച്ച ആൾ നിന്നതായിട്ടാണ് തോന്നിയത്. വേറൊരച്ഛൻ പറയുകയായിരുന്നു, വെച്ചാൽ ഞാൻ ഈ പ്രദക്ഷിണം നടത്തുമ്പം പലരും ലൈവായി ചാനലിലൂടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ സ്ത്രീകളുടെ കരച്ചിൽ കേട്ടതാണ്. പള്ളിയിൽ 5 പേരല്ലാതെ സ്ത്രീകളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ദൈവികമായി നമ്മൾ കാണണം ദൈവമക്കളെ. പിന്നെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഇത്രയും പേര് മതി. ഞാൻ 5 പേരുള്ളിടത്തും 5000 പേരുള്ള വേദിയിലും കുറേ നാളുകളായി പറയുന്നുണ്ട്. ഏതെങ്കിലും നിസ്സാരമായി കണ്ടെങ്കിൽ അതൊക്കെ തന്നെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. 5 പേരായാലും 5000 പേരായാലും ഓർക്കണം, ഇത് ഗൗരവമായി തന്നെ എടുക്കണം. ഇരിക്കുന്ന ദൈവമക്കൾ ക്ഷീണം കൊണ്ട് അറിയാതെ ഒന്ന് മയങ്ങിയാലും ഗൂർക്കം വലിക്കായിരുന്നു ആദ്യം, കാരണം മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ വലിയ മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ട, വളരെ സിമ്പിളായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമൊന്നും നമ്മളെ കാട് കയറി ചിന്തിപ്പിക്കുന്നതല്ല, നമ്മൾ അല്പ ആശ്വാസത്തിന് വേണ്ടിയാണല്ലോ പരിശുദ്ധ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സെതറയിൽ പറയുന്നുണ്ട്, അത് 5 തരത്തിൽ ശ്രദ്ധിക്കണം. 1, ദൈവമേ ന്യായരഹിതമായത് നോക്കരുത്, ന്യായരഹിതമായത് നോക്കാതെ ഇരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. ഈ 5 കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സൂക്ഷിച്ചുകൊണ്ട് ഈ പ്രബോധനത്തിലിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയും, ഇത് ടൈറ്റസ് അച്ഛൻ്റെ വരിയല്ല, നമ്മുടെ പരിശുദ്ധ വലിയ നോയമ്പിൽ സെതറയിൽ ഈ 5 വരി 19 എടുത്ത് ഈ സെതറകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പല തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിൽ പാടുന്ന ഒളിവായി നോക്കിയിടാതെ എൻ്റെ കണ്ണുകളെ. അതുകൊണ്ട് ദൈവമക്കളെ ഓർക്കണം, ന്യായരഹിതമായത്. ഇവിടെ വന്നിരുന്നിട്ട് ഈ മാസ്കും വെച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും കയറി വരുമ്പോൾ അങ്ങോട്ട് നോക്കരുത്, കയറി വരുന്നവർ നിങ്ങളെ നോക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും ആരാന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ അങ്ങ് നോക്കിയിരിക്കുക. ന്യായരഹിതമായത് നോക്കാതെ ഇരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. ദൈവമക്കളെ, ടൈറ്റസ് അച്ഛൻ പ്രസംഗിക്കത്തില്ല, ടൈറ്റസ് അച്ഛൻ കുർബാനയും ചൊല്ലത്തില്ല. നമ്മൾ എപ്പോഴും ഓർക്കണം, കുർബാന അർപ്പിക്കുന്നതാര്, അവിടെ തന്നെ നമുക്ക് അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് ഒരച്ഛൻ്റെയും കുർബാന കേട്ടിട്ട് അടിപൊളി കുർബാനയെന്നോ അടിപൊളി ചൊല്ലുന്നൊന്നും ഹൂത്തോമയെന്നൊന്നും വിലയിടരുത്. കാരണം കുർബാന ചൊല്ലുന്ന അച്ഛനല്ല, പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കാൻ തയ്യാറായപ്പോൾ അച്ഛൻ്റെ കയ്യിലല്ല, തൻ്റെ കൈകളിൽ. ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നതും പ്രബോധനം നടത്തുന്നതും ഉടയതമ്പുരാൻ്റെ നാവിലൂടാണെന്നും ആ സാക്ഷ്യത്തിൻ്റെ മധ്യസ്ഥരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി എന്നെ കണ്ട് നിങ്ങൾ ദൈവവചനം കേൾക്കുവാനിരിക്കരുത്. എന്നിലൂടെയുള്ള പരിശുദ്ധ റുഹായെ കണ്ടുകൊണ്ട് നിന്നാൽ ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങളുടെ ക്ഷീണം മാറും, നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ മാറും. എനിക്കും അബദ്ധം പറ്റും, ചില പ്രസംഗമൊക്കെ ഞാനിരുന്ന് വിലയിടാറുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ ആര് പറഞ്ഞാലും അത് തിരുവചനം ദൈവിക മഹത്വത്തോടെ കാണണം. വൈദികരുടെയൊക്കെ ഓർമ്മയ്ക്ക് ചൊല്ലുന്ന കേട്ടിട്ടില്ലേ, കർത്താവേ നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ. എന്താ പറയുന്നത്? നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ. ഇതിനെ നിസ്സാരമായി കാണരുത്. നമ്മുടെ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേട്ടിട്ടില്ലേ, ഒന്നുകിൽ അവർ പറയുന്നത് ദൈവനാമത്തിലായിരിക്കും, അല്ലെങ്കിൽ സുഗൗരവം. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടെ തമാശയും പറഞ്ഞ് കെട്ടുകഥയും പറഞ്ഞ് പൊളിവാക്കും പറഞ്ഞ് തമാശ അടിക്കാനുള്ളതല്ല ദൈവമക്കളെ. ഒരു നർമ്മം പറഞ്ഞ തെറ്റാണെന്നല്ല പറയുന്നതിനർത്ഥം. പക്ഷെ ഇന്ന് നമ്മുടെ ധാരാളം പേർക്ക് ഈ പ്രബോധനങ്ങൾ ഇരുന്ന് ചിരിക്കണം. പണ്ടൊക്കെ അച്ഛന്മാര് വൈദികർ തന്നെയാണ് തീരുമാനിച്ച് പ്രസംഗരെ വിളിക്കുന്നത്. ഇന്ന് പല പള്ളിയിലും പൊതുയോഗത്തിൽ പറയും, ഇന്ന അച്ഛനെ വിളിച്ചാൽ നല്ല കോമഡിയാണെന്ന്. 2-3 ലക്ഷം പേരാണത് കാണുന്നത്. അങ്ങനെ തകർത്തടിക്കാനുള്ളതല്ല. ദ ബ്രേക്കിംഗ് ദ ബ്രെഡ്, ദ ബ്രേക്കിംഗ് ദ വേർഡ്. ഇത് വചനം മുറിക്കുന്നതാണ്. ജീവന്റെ അപ്പം മുറിച്ച് വായിൽ വെക്കുന്നത് പോലെ തിരുവചനം നമ്മുടെ അണ്ണാക്കിന് മധുരമായി തീരുവാൻ ദൈവിക സന്തോഷത്തോടുകൂടി നമ്മൾ ഇരിക്കുക. അപ്രകാരം ഈ പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാളിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ വന്ന ശീമാ നമസ്കാരത്തിലെ ഒരു വരിയുണ്ട്. പ്രായം കൂടിയ കഴുകന നിർമ്മല കന്യേ നീപറ്റൻ ആമോസിൻ സുതനേശായ നിബിയാർത്താൻ നിൻ ചരിതം മാനവനായോർ അമ്മനുവേലാം ദൈവത്തെ പ്രസവിച്ചു പാവനകന്യേ നീ പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ ആധാരത്തിനു നിബിശ്ലീഹന്മാർ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തോരും
മർത്യകുലന്റാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ശീമാ നമസ്കാരം ഉണ്ടല്ലോ, ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ നമസ്കാരം മുഴുവൻ ചെയ്തിട്ടുണ്ട്. പറ്റുന്നവർ അത് കേട്ട് പഠിക്കണം. എന്തുമാത്രം മാതാവിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഓരോ ദിവസത്തെ നമസ്കാരത്തിലും. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ വർഷങ്ങളോളം പഠിച്ചാലും മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ പിതാക്കന്മാർ ദൈവികമായി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന ആ മാതാവിൻ്റെ ജീവിതം നമ്മളെ ധന്യമാക്കി തീർക്കാനാണ്. പരിശുദ്ധ മാതാവ് ഒരു പ്രകാശനം ഉള്ളിൽ സംഗ്രഹിച്ച് ആ പ്രകാശനം ലോകത്തേക്ക് ദൈവികമായി നൽകി, ആ പ്രകാശത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ട്, എന്നാൽ ഇന്നും ആ പ്രകാശം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ദൈവമക്കളെ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാനായി ഇതിനെ ക്രമീകരിച്ചുകൊണ്ട് സഭയുടെ വിശ്വാസം തന്നെ നിലനിർത്തി അപ്രകാരം ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരിക. 4 പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അച്ഛനോട് ചോദിച്ച സമയത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. പക്ഷെ ഒറ്റ കാര്യം മാത്രം, ദയവ് ചെയ്ത് ഈ സഭാവിശ്വാസം വിട്ട് ഞാനൊരു പ്രസംഗം നടത്താറില്ല. കാരണം എൻ്റെ സഭയുടെ വിശ്വാസം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ വിശ്വാസത്തിലും നിഷ്ഠയിലൊന്നും എനിക്ക് പരിപൂർണമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ സഭയുടെ വിശ്വാസം ശരിക്ക് പഠിച്ച ദൈവമക്കൾ അവിടെ കഴുത്ത് വെട്ടി മാറ്റിയാലും ഈ സഭ വിട്ടു പോകത്തില്ല. അത്ര പവർഫുള്ളാണ് ഈ സഭയുടെ വിശ്വാസം. അതുകൊണ്ട് ഈ മാതാവിൻ്റെ പെരുന്നാൾ ദൈവമക്കളെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് ക്രമീകരിച്ച് അക്കമിട്ട് സൂക്ഷിക്കുവാനായി ഒരു വാക്യത്തിലൂടെ 4 പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഇതാണ് വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ഉള്ളിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഈ വാക്യം പെട്ടെന്ന് കേട്ടാൽ മനസ്സിൽ കയറില്ല, പക്ഷെ കേൾക്കുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് അർത്ഥം മനസ്സിലാകും. പറ്റുമെങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ സമയം കിട്ടുമ്പോൾ ഈ വാക്യം എടുത്ത് ശരിക്കൊന്ന് പഠിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയെയും കുറിച്ച് തിരിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ഉള്ളിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിരിക്കും. ആ പ്രകാശനം ലഭിച്ച് ഇന്നും നമ്മുടെ മധ്യസ്ഥയാ നിൽക്കുന്ന മാതാവിൻ്റെ പെരുന്നാളിൽ ഓർക്കണം ദൈവമക്കളെ, ഈ സഭയുടെ വിശ്വാസം നിന്നുകൊണ്ട് ഈ വാക്യത്തിലൂടെ 4 പ്രധാനപ്പെട്ട ചിന്തകൾ, ആ 4 ചിന്തകൾ ആദ്യം തന്നെ അക്കമിട്ട് പറയാം. 1, ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. 2, ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മാനവികതയുടെ സംസ്കാരം. 3, ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. 4, ദ കൾച്ചർ ഓഫ് ഫെയർവെൽ, യാത്രയപ്പിൻ്റെ സംസ്കാരം. ഇപ്പം ഞാൻ കുറിച്ചെടുക്കാൻ പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് ആ ഫ്ലോയിൽ ഇരിക്കുമ്പം കുറിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മാനവികതയുടെ സംസ്കാരം. ദ കൾച്ചർ ഓഫ് കൈനോട്ടിക് അല്ലെങ്കിൽ മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. ദ കൾച്ചർ ഓഫ് ഫെയർവെൽ, യാത്രയപ്പിൻ്റെ സംസ്കാരം. ഈ 4 ആശയങ്ങളാണ് ഈ വാക്യം നമുക്ക് തരുന്നത്. ഓരോന്നും ഒന്ന് മനസ്സിലാക്കാം. 1, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. എന്താ പ്രകാശനം? ആ പ്രകാശനമാണ് നമ്മുടെ സഭ തരുന്ന പരിശുദ്ധ മാമോദീസ. അതുകൊണ്ടാണ് ആദ്യത്തെ പോയിന്റ് ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കണം, ഈ സഭ നമുക്ക് തരുന്ന പ്രകാശനത്തിൻ്റെ ഒരു സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. എന്താ മാമോദീസയുടെ സംസ്കാരം? അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഒരിക്കലും 3 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. എന്തെല്ലാമാണെന്നറിയാമോ? മാമോദീസ മുങ്ങിയ തീയതി, മാമോദീസ മുക്കിയ അച്ഛൻ, മാമോദീസ മുങ്ങിയ പേര്. എന്തൊക്കെയാ? മാമോദീസ മുങ്ങിയ തീയതി, മാമോദീസ മുക്കിയ അച്ഛൻ, മാമോദീസ മുങ്ങിയ പേര്. ഇത് 3 അറിയാവുന്ന ഒരു കൈപൊക്കി. സന്തോഷം. ഏത് പള്ളിയിൽ ചെന്നാലും നിസ്സാരപ്പെട്ട 3 ചോദ്യമാണല്ലോ. ഇത് പാലയിലൊക്കെ ചെന്ന 1-2 കൊച്ചന്മാരൊക്കെ പറഞ്ഞു. എല്ലാവർക്കും 1, 2, 3 ഒക്കെ അറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം. മാമോദീസ മുങ്ങിയ തീയതി നമ്മുടെ ബർത്ത്ഡേ നമ്മളീ കുറിച്ചു കൊടുക്കുന്ന ഡേറ്റ് അല്ല. മാമോദീസ മുങ്ങിയ തീയതിയാണ് റിയലി നമ്മുടെ ബർത്ത്ഡേ. അതിൻ്റെ അർത്ഥം ജനന ദിവസം കൊടുത്താൽ തെറ്റാണെന്നല്ല. മാമോദീസ മുങ്ങിയ തീയതി, മാമോദീസ മുങ്ങിയ പുരോഹിതൻ. പണ്ട് പ്രായമുള്ള അപ്പച്ചന്മാരെല്ലാം ബൈബിളിൻ്റെ അവസാനം ആ വെള്ള പേജുകളെല്ലാം കുറേ പേരുകൾ എഴുതി വെക്കും. കുഞ്ഞുങ്ങളുടെയും കൊച്ചുമക്കളുടെയും പേരും ഡേറ്റും ആ മുക്കിയ അച്ഛൻ്റെ പേരും കൂടെ. എന്താണെന്നറിയാമോ? നമ്മളെ മാമോദീസ മുങ്ങിയ പേരും അതുപോലെ തന്നെ ആ പുരോഹിതനെയൊക്കെ ഓർക്കണം.
അത് നമ്മുടെ ഭവനത്തിന്, ശരീരത്തിന് ഒക്കെ വലിയ ശക്തിയാണ്. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച ഈ ദൈവികമായ കടപ്പാട് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാമോദീസ മുങ്ങിയ ഈ ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം, ഈ പ്രകാശ വസ്ത്രം തന്ന ഈ സഭയാണിത്. അപ്പോൾ ഈ മാമോദീസ മുങ്ങിയ ദൈവമക്കൾ ഈ 3 കാര്യങ്ങൾ ഓർക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും മാമോദീസയിലൂടെ 3 കാര്യങ്ങൾ സഭ നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, രഹസ്യാത്മകമായി ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം. 2, ദ കമ്മ്യൂണിറ്റി ഓഫ് ദി സ്പിരിറ്റ്. മാമോദീസ എന്ന് നമ്മൾ മുങ്ങി അന്ന് മുതൽ നമ്മളെ വിളിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ അംഗമെന്നാണ്. 3, യൂക്കറിസ്റ്റിക്കൽ കമ്മ്യൂണിറ്റി, മുറിക്കപ്പെട്ട അപ്പത്തിന്റെ അംശികളായി നമ്മൾ അന്നു മുതൽ മാറുക. അതൊന്നുകൂടെ ഞാനൊന്ന് വിശദീകരിക്കട്ടെ. 1, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നേ ഞാൻ നിന്നാവിൽ. ദൈവമക്കളെ, ശരിക്കും പട്ടംകോട ശുശ്രൂഷയേക്കാൾ വലുതാ മാമോദീസ. കാരണം ഒരുമിച്ച് 3 കൂദാശകൾ ഒരുപോലെ നൽകിയ വിശുദ്ധ മാമോദീസ, വിശുദ്ധ മൂറോൻ, വിശുദ്ധ കുർബാന. ഈ മാമോദീസയിൽ ശരിയായ ഒരുക്കത്തോടെ വന്ന് നിന്നാൽ നമുക്കറിയാം, പരിശുദ്ധ മൂറോൻ കൊണ്ട് കൂദാശ ചെയ്യുന്ന 2 കാര്യങ്ങൾ, 1 നമ്മുടെ ശരീരവും, 2 നമ്മുടെ ദേവാലയമാണ്. ഇപ്പം തന്നെ പള്ളിയുടെ കൂദാശ കഴിഞ്ഞു. ഈ കൂദാശയിൽ മൂറോൻ എടുക്കും, മാമോദീസയ്ക്ക് വേറെ ഒന്നിനും മൂറോൻ എടുക്കില്ല. ഈ മൂറോൻ എടുത്ത് പുരോഹിതന്മാർ അതെടുത്ത് പുരട്ടുന്നതിന് മുമ്പ് ചൊല്ലുന്ന വരി കേട്ടിട്ടില്ലേ? ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്, ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവെ സമൂല നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. കുഞ്ഞെ, ഈ ശരീരം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ധാരണ, എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ എൻ്റെ അച്ഛൻ, എൻ്റെ പള്ളിക്കാർ, എൻ്റെ നാട്ടുകാർ, വീട്ടുകാരൊന്നും അറിയുന്നില്ല. ശരിയാണ്. പക്ഷേ 139 സങ്കീർത്തനം, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കും നീ അറിയുന്നു, എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരെ നിന്ന് അറിയുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തണമേ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ പേർ ചൊല്ലി വിളിച്ചവനാണ് സർവശക്തൻ. ദൈവമക്കളെ, ഈ പ്രകാശനം ലഭിച്ച മാതാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തെ സഭയിലൂടെ, മാമോദീസായിലൂടെ നമ്മുടെ സഭയിലേക്ക് ചേർക്കുമ്പോൾ ഓർക്കണം, അന്നു മുതൽ നമ്മുടെ ജീവിത ദർശനം ദൈവികമായി തീരണം. ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്, ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തെ സാത്താന്റെ കൂടാക്കാൻ വിട്ടുകൊടുക്കരുത്. മാത്രമല്ല ദൈവമക്കളെ, ഇതിൻ പ്രകാരം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ ദാൻ ഗോത്രത്തിലെ സ്വരാജപുരുഷനായ മനോഹിയോടും മച്ചിയായ അവൻ്റെ ഭാര്യയോടും പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും, അവന് ശിംശോൻ എന്ന് പേരിടണം. നമ്മൾ ആലോചിച്ച് നോക്കി, പരിശുദ്ധ സഭ മാമോദീസായ്ക്ക് കൊടുക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേരിൻ്റെ പ്രാധാന്യം. കന്യക മറിയാം, ആ പേരിൻ്റെ ഫ്രീക്വൻസി കേട്ടാൽ തന്നെ എന്നാ സുഖമാ. ഈ ക്രിസ്മസിൻ്റെ നാളുകളൊക്കെ കേട്ടില്ലേ? സക്കറിയാവിനും എലിസബത്തിനും കൊടുത്തു യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന പേരെഴുതിയപ്പോഴാണ് സക്കറിയാവിൻ്റെ നാവ് തുറന്നത്. അതുപോലെ ജോസഫിന് കൊടുത്തു, അവന് യേശു എന്ന് പേരിടണം, ശിംശോൻ എന്ന് പേരിടണം. എന്താ അർത്ഥം? നമ്മൾ ഇന്ന് ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ ഒരു പേരിട്ടു. പക്ഷെ മാമോദീസായി കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് ദൈവനാമത്തിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കണം. ആലോചിച്ച് നോക്കി, ഹൈന്ദവ സഹോദരങ്ങൾ ഒരു പേര് കൊടുത്താൽ ആ പേരിന് ഈശ്വരനാമത്തിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. ലക്ഷ്മണൻ, ശ്രീദേവി, കണ്ണൻ, ഇതെല്ലാം ഈശ്വരനാമത്തിൻ്റെ ഫ്രീക്വൻസിയാണ്. ആ ഈശ്വരനാമമായിട്ടുള്ള പേരിന് ആ വളർച്ചയ്ക്കും പ്രാധാന്യമുണ്ട്. അതുപോലെ മുസ്ലിം സഹോദരങ്ങൾ ഒരു പേര് കൊടുത്താൽ നബിയുമായി ബന്ധപ്പെട്ടും അള്ളാഹുമായി ബന്ധപ്പെട്ട ദൈവശബ്ദങ്ങളുടെ പേരുകളെ കൂടുതലായും കൊടുക്കാറുള്ളൂ. ക്രൈസ്തവൻ പണ്ട് പേര് കൊടുക്കുമ്പോൾ മാതാവിൻ്റെ പേര് ചേർത്തും ശിഷ്യന്മാരുടെ പേര് ചേർത്തും യാക്കോബ്, യോഹന്നാൻ, പത്രോസ് ഇങ്ങനെയുള്ള പേരുകൾ കൊടുത്തെങ്കിൽ ഇന്നെല്ലാം പട്ടിയുടെയും പൂച്ചയുടെയും പേരിട്ട് വിളിച്ച് ഓർക്കണം. കളിയാക്കാൻ പറയുകയല്ല, ഓർക്കണം. ഒരു വൈദികൻ മൂറോൻ ഒഴിച്ച് അതിലൂതി, തലയിലും ഊതി, തൈലം പുരട്ടി മദ്ബായോടും ത്രോണോസിനോടും നിലവിളക്കിനോടും ചേർന്നൊരു പേരിട്ട ദൈവമക്കളെ, കുർബാനയ്ക്ക് എഴുതി കൊടുക്കുന്ന പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പിക്നെയും അല്ല ഇട്ടും കൊടുക്കണ്ടേ, ആ മാമോദീസയുടെ പേര് എഴുതി കൊടുത്തേ. എൻ്റെ 2 മക്കൾ, എൻ്റെ ആദ്യ കുഞ്ഞ് ജനിക്കുന്ന കുർബാന ചൊല്ലുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഞാനിട്ട പേര് ഏഞ്ചൽ മറിയൻ ടൈറ്റസ് എന്നാണ്. കടക്കാവൺ പള്ളിയിൽ കുർബാന ചൊല്ലുമ്പോഴാണ് ജനിക്കുന്നത്. ആ പേരിനപ്പുറമായൊരു പേര് എനിക്ക് ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല.
നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശക്തി കുറയുവാനുള്ള ഒരു കാരണം ഈശ്വരനാമത്തിൻ്റെ ഫ്രീക്വൻസി ആ പേരില്ലാത്തതില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ സ്കൂളിലിട്ടു. ആ പേര് എല്ലാം ഞാൻ അതിനെ അത്ര കറക്റ്റായി കയറി പിടിക്കുന്നില്ല. പക്ഷേ മാമോദീസായിലൂടെ മൂറോൻ പുരട്ടി, ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കാൻ തന്നെയുള്ളൊരു കാരണം അതാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരിട്ട് ക്രൈസ്തവർക്ക് മാത്രമല്ലേ ഉള്ളൂ ഇത്രയും രീതിയിലുള്ള ചേഞ്ച് വന്നത്. അവന് ശിംശോൻ എന്ന് പേരിടണം എന്തിനാ മാലാഹ പറഞ്ഞത്? യോഹന്നാൻ എന്ന പേരിടണം എന്തിനാ മാലാഹ പറഞ്ഞത്? പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടാൽ പോരെ. മാത്രമല്ല പല പേരിട്ടിട്ടും അരുളപ്പാടുള്ള പേര് പറഞ്ഞപ്പോഴല്ലേ സക്കറിയാവിൻ്റെ നാവ് തുറന്നത്. അതുകൊണ്ട് ഓർക്കണം, പേരിന് പവറുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില ഗുണ്ടാ സംഘങ്ങളെയൊക്കെ പിടിച്ചിട്ട് പത്രത്തിൽ പേര് വരും. അവരുടെ പേരൊക്കെ പത്രത്തിൻ്റെ അടിയിൽ കൊടുത്തിരിക്കും. നമ്മൾക്ക് ഞാൻ പറയേണ്ട ആ പേരുകളൊക്കെ അവരുടെ ഷെയ്പ്പും അവരുടെ പേരും ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഓർക്കുക, നിന്റെ വളർച്ച മാമോദീസായിൽ പുരോഹിതൻ ഊതിയ ആ ദൈവിക ശബ്ദത്തിലൂടിട്ട പേരുകൾ അതിട്ട് തന്നെ കുഞ്ഞിനെ വിളിച്ച് നമുക്കറിയാൻ പറ്റും ആ വളർച്ച. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ കിട്ടുന്ന ശക്തി ഇവിടെ ശിംശോന് ശിംശോൻ എന്ന് പേരിടണം. അപ്രകാരം പേരിട്ടാൽ മാത്രം പോരാ. മാമോദീസയുടെ സംസ്കാരത്തിൽ വീണ്ടും ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തെല്ലാമാണെന്നറിയാമോ? 1, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. 3, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. ഇതാണ് മാമോദീസയുടെ സംസ്കാരത്തിന്റെ മറ്റൊരു വശം. 1, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. 3, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. എന്താ വീഞ്ഞും മദ്യവും? പലരും മദ്യപിക്കാൻ പറ്റിയ ഒരു വാക്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിന്റെ അജീർണത്തെ മാറ്റാൻ അല്പം വീഞ്ഞ് സേവിച്ചു. അത് മദ്യപിക്കാനാണോ? ഇനി മറ്റൊന്ന്, യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു വിളമ്പി, അതുകൊണ്ട് മദ്യപിക്കുക. അങ്ങനെ ആ അർത്ഥമാണോ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 17 എടുത്ത് പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവികമായ ശബ്ദം നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങുന്നെങ്കിൽ ഈ മാമോദീസയുടെ സംസ്കാരത്തിൽ ശൈശവകാലം മുതൽ ആ മരണം വരെയും അപ്പനും അമ്മയും തലത്തൊട്ടപ്പനും വളർത്തുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ, ഇന്ന് പത്രത്തിൽ ഇന്നത്തെ 2ാമത്തെ പേജിൽ കണ്ടില്ലേ മയക്കുമരുന്നിൻ്റെ ലഹരിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്. ഇത് നമ്മളുടെ മക്കളെയും തലമുറയും പഠിക്കാതെ പോയാൽ അടിസ്ഥാനങ്ങൾ അത് മറിച്ചിട്ടാൽ പാമ്പിനെ പോലെ കൊത്തി പല ഭവനങ്ങളും നാശത്തിൻ്റെ കണ്ണുനീർ കുടിക്കുന്നെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും ഇതിനകത്തും പുറത്തും ഈ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മദ്യപാനം ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റുവാൻ പാടില്ല. വേറെ ഒരു ട്രീറ്റ്മെൻറ്റും പോണ്ട. എൻ്റെ ദൈവമേ, നീ എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ പുരോഹിതൻ എൻ്റെ അധരങ്ങളിൽ വെച്ച് തരുന്ന വിശുദ്ധ കുർബാന ശക്തിയായി നിന്ന് എൻ്റെ ത്രസിപ്പിക്കുന്ന, എന്നെ നശിപ്പിക്കുന്ന ഈ പാപഭാരത്ത് മാറണമേ എന്ന് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചാൽ ഇന്ന് മാറാം. അങ്ങനെ മാറിയ 18 പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. സഭയ്ക്ക് 117 ദിവസം നോമ്പുണ്ട്. ആ 117 ദിവസം നോമ്പ് കൃത്യമായിട്ട് എടുത്ത് ഇന്ന് തന്നെ 6 മണി വരെ നോമ്പായിരുന്നു. ഇന്ന് നമ്മുടെ പല ആൾക്കാർക്കും നോമ്പെന്ന് പറയുന്നത് വെറും ഒരു ഔട്ട് ഓഫ് ഫാഷനാണ്. അതുകൊണ്ട് എന്താ, പല ആഹാരങ്ങളും കഴിക്കണ്ടല്ലോ, ഒന്നും തൊടണ്ട. പണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആ നിഷ്ഠ എന്ന് പറയുന്നത്, ആ വാക്യം കൂടെ ഓർത്ത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകില്ല. ഈ പരിശുദ്ധന്മാരെ നമ്മൾ ഓർക്കാനുള്ള മെയിൻ കാരണം എന്താ? അവരുടെയൊക്കെ ജീവിതത്തിൽ അടുവിണ ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാധാന്യം വിട്ടൊരു കളിയില്ല. പരിശുദ്ധനായ പരിമല തിരുമേനി ഉപവാസം എടുത്താണ് രക്തം വാർന്ന് ദിവസങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവസാനം ഒരു ഇടക്കെട്ട് വരെ ഇട്ടിരുന്ന പൈജാമകൾ താഴോട്ട് പോകുന്നുണ്ട്. അത് ഉപവാസം എടുത്തെടുത്താണ് അവസാനം ഈ കെട്ടുപോലും മുറുകാൻ അവരു ടാഗ് പോലെ ചെയ്തത്. ഇങ്ങനെ ഉപവാസം എടുത്ത് പട്ടിണി കിടന്ന ധാരാളം പിതാക്കന്മാർ, അവരുടെ അസ്ഥികളുടെ ബലമാണ് നമ്മളിന്ന് നിലനിൽക്കുന്നത്. ഈ കോവിഡ് ഇത്രയും വന്നിട്ടും ധാരാളം പേർ പറയുന്നുണ്ട്, ഒരു പരിധിവരെ നമുക്കറിയാം നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ കിട്ടിയ ഒരു അടിയാണിത്. പക്ഷെ മറിച്ച് ഒരു വശമുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോഴും നല്ല ഭക്തിയോടും വിശുദ്ധിയോടും ജീവിക്കുന്ന ധാരാളം പേർ ഈ പള്ളിയിലുമുണ്ട്, നമ്മുടെ സഭയിലും മറ്റ് സഭകളിലും എല്ലാ മതങ്ങളിലുമുണ്ട്. അടുത്തിടയ്ക്ക് അടൂരിൽ എൻ്റെ മകനുമായി ഞാനൊരു വോളിബോൾ മത്സരം കാണാൻ ഒരു വർഷം മുമ്പൊന്ന് പോയി. എനിക്ക് ഈ മത്സരം ഭയങ്കര ഇഷ്ടമാണ്, സ്പോർട്സിനോട്. 3 മണിക്ക് ഞാൻ ചെന്ന് ടോയ്ലറ്റിൽ പോകാൻ തൊട്ടടുത്തൊരു ഹൈന്ദവ കുടുംബത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു സോഫയിൽ ഇരുന്ന ഒരു അമ്മച്ചി ഈശ്വരനാമം കീർത്തനങ്ങൾ ചൊല്ലുക. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല, ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങി വന്നു. പക്ഷേ മത്സരമെല്ലാം തീർന്നപ്പോൾ 10 മണിയായി, 9:30 കഴിഞ്ഞു. അന്നേരമാണ് കാറിൻ്റെ ചാവി അവിടെ വെച്ചിരുന്ന് മറന്നുപോയി.
തിരികെ ഞാൻ അവിടെ ചെന്നപ്പോഴും ഈ അമ്മച്ചി ആ സോഫയിലിരുന്ന് കീർത്തനങ്ങൾ ചെല്ലുക. അതിൻ്റെ പൊരുൾ ഇതാണ്: ലോക സമസ്ത സുഖിനോ ഭവന്തു, ആനോ ഭദ്ര കൃതവേ എന്ത് വിശ്വത സർവലോക സമസ്ത സുഖിനോ ഭവന്തു സർവേ സന്തു നിരാമയ മാ ബിന്ദുഷ മകേ. ആ 4 വരി ഞാൻ ഉടനെ അമ്മച്ചിയുടെ മൊബൈലിനകത്ത് ഒപ്പിയെടുത്തു. ആനോ ഭദ്ര കൃതവേ എന്ത് വിശ്വത സർവലോക സമസ്ത സുഖിനോ ഭവന്തു സർവേ സന്തു നിരാമയ മാ ബിന്ദുഷ മകേ. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ, നമ്മളാൽ ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കട്ടെ. ഇതാണ് ഈ വാക്കുകളുടെ പൊരുൾ. ഉടനെ ആ മകൻ പറയുക, അച്ഛാ, ഇത് ആരോടും അമ്മച്ചിക്ക് പറയുന്ന ഇഷ്ടമല്ല. ആഴ്ചയിൽ 3 ദിവസം ഇതുപോലെ വൈകിട്ട് 3 മുതൽ രാത്രി 10 മണി വരെ ഇരുന്ന് വൈകിട്ട് ഒരു അല്പം കഞ്ഞി മാത്രം ഇടയ്ക്ക് കുടിക്കും. ബാക്കി ടൈം മുഴുവൻ അമ്മച്ചിക്ക് പല അസുഖമുണ്ട്, മക്കൾക്ക് വേണ്ടിയൊന്നുമല്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം നന്നായി പോകട്ടെ. ഇങ്ങനെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മതങ്ങളിലും ധാരാളം പേരില്ലേ? അതുപോലെ നമ്മുടെ പിതാക്കന്മാർ, അവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചോ? സാധു കൊച്ചുഞ്ഞുപദേശിയുടെ പാട്ടുകൾക്കും ഇന്നും ഇത്രയും വാല്യൂ വരാനുള്ള കാരണം എന്താ? ആ മൂത്താമ്പാക്കൽ തറവാട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ്, ക്രിസ്തു ഈ വീടിന്റെ നായകനെന്നല്ല. വിശക്കുന്നവർക്ക് ഇവിടെ വന്ന് ആഹാരം കഴിക്കാം, ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാം. ദൈവമക്കളെ, ഈ സാധു കൊച്ചുഞ്ഞുപദേശി പോലും മാസത്തിൽ 15 ദിവസം മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ ഓർക്കണം, മാമോദീസയുടെ സംസ്കാരത്തിൽ ചേർന്ന് പഠിക്കുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തുടരുത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നോമ്പിനോട് ഒരല്പം പോലും വിട്ടുവീഴ്ച ചെയ്യരുത്. ചെയ്താൽ അത് ശ്രദ്ധിക്കുന്നവർക്കറിയാം പലതരത്തിലുള്ള അസ്വസ്ഥതകളായിരിക്കും നമുക്ക് വരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി. എങ്ങനെയൊക്കെ ആയിരിക്കണം? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ബെഡിലിരുന്നു കൊണ്ട് കുറച്ച് നേരം യേശുവേ എന്നൊന്ന് വിളിക്കണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അനുഭവത്തിലൂടെ പറയാം. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വിദേശത്തൊക്കെ കേൾക്കുന്ന, ഗൾഫിലൊക്കെ ഇരിക്കുന്ന ധാരാളം സഹോദരങ്ങളോട് പറയാം, നിങ്ങളൊക്കെ പലപ്പോഴും കുർബാന കാണാനും പ്രസംഗം കേൾക്കാനും ആഗ്രഹിച്ചിരിക്കുമല്ലേ? നിങ്ങളുടെ ടെൻഷന് ഒരു പുരോഹിതനെ പലപ്പോഴും കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് സൗദിയിലൊക്കെ ഉള്ളവർ. പക്ഷെ ഓർക്കുക, പുരോഹിതനായി നിങ്ങളുടെ മുമ്പിൽ യേശുവേ എന്ന് വിളിച്ചാൽ യേശു നിങ്ങളുടെ കണ്ണുമുമ്പത് കാണും. അതുകൂടാതെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കണം, നന്നായി ബൈബിൾ വായിക്കണം. ഒരു 20 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കിടന്നുറങ്ങരുത്. പിന്നെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഉഴപ്പും, അത് സ്വാഭാവികമാണ്. പക്ഷെ കഴിവതും അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കരുത്. ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഗോസ്പൽ ഫോർ യൂത്ത് എന്ന് പറഞ്ഞ് 10,000 പേർക്ക് 7 ഭാഷകളിൽ രാവിലെ വാക്യം അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ പട്ടമല പള്ളിയിൽ ഇരുന്നപ്പോൾ 140 പിള്ളേർ, കുഞ്ഞുങ്ങളെ ബൈബിളും പാമ്പാക്കൂടെ ശീമാ നമസ്കാരം കൊടുത്ത് ഈ ഗ്യാപ്പിലിട്ട് അതേപോലെ എത്ര നാൾ അവരെ പ്രാക്ടീസ് ചെയ്തു. നമ്മളിന്ന് യുവജന പ്രസ്ഥാനം ഓർക്കണം, കുറേ ഏറെ കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം എന്താ? ആരാധനയാണ്. 2 പഠനം, 3 സേവനം. ഇന്ന് പല യുവാക്കളും പള്ളിക്ക് വേണ്ടി എന്തും ചെയ്യും, ഏത് കാര്യവും ചെയ്യും. പക്ഷെ ഇരുന്നൊന്ന് ബൈബിൾ വായിക്കാനോ ഇരുന്നൊന്ന് പാമ്പാക്കുടയോ ശീമാ നമസ്കാരമോ പഠിക്കാനൊക്കെ പല കുഞ്ഞുങ്ങൾക്കും വിമുഖതയാണ്. ഒരു സമയത്ത് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സഭ നമുക്ക് തരുന്ന വിശ്വാസ പഠനങ്ങൾ അതൊന്നും വിട്ടുകളയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതോടൊപ്പം തന്നെ ഇതിനെ കണക്ട് ചെയ്യുന്ന സഭയുടെ നോമ്പുകൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തുടരുത്. 3 തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. എന്താണ് ക്ഷൗരക്കത്തി? ശിംശോന്റെ ശക്തി അവന്റെ മുടിയിലായിരുന്നു. ആ രഹസ്യം അവൻ പുറത്തു പറയാത്തപ്പോൾ 7 ഇടത്ത് ശക്തി കിട്ടി. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ ആദ്യ ഭാഗം വായിച്ച് ഒരു 8 അധ്യായം കഴിയുമ്പോൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ശിംശോന് ശക്തി കിട്ടിയ സ്ഥലങ്ങൾ പലതാണ്. 1 ഗത്ത്, 2 അസ്കലോൻ, 3 രാമത്തിലേഹി, 4 മഹേനാദാൻ, ഗസയിൽ, തിമ്നയിൽ. ഇവിടെ എല്ലാം ശിംശോന്റെ ശക്തി രഹസ്യം മുടിയിൽ അവൻ സൂക്ഷിച്ച് പറയാതിരുന്നത് കൊണ്ട് ഈ സമയത്തെല്ലാം പരിശുദ്ധാത്മാവ് ശിംശോന്റെ ശക്തി ദൈവികമായി അവന്റെ ശരീരത്തിൽ കൊടുത്തു. ഈ രഹസ്യം ആരെ തോൽപ്പിക്കേണ്ടിരുന്നു ആ സ്ത്രീയുടെ മടിയിൽ തലവെച്ചുറങ്ങി തന്റെ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ പിന്നീട് കണ്ടത് ക്ഷേത്രത്തൂണുകളിൽ കൈകൾ ബന്ധിച്ച് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അവൻ ദുഃഖിതനായി കരയേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് ദൈവമക്കളെ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ സഭ നമുക്ക് തരുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 4-ാം സങ്കീർത്തനവും, കരുണയുള്ള ദൈവമേ, ശുദ്ധമുള്ള പിതാവേ. ഇതെല്ലാം ചൊല്ലി ഒരു 3 മിനിറ്റൂടെ ശാന്തമായിട്ടിരിക്കണം. ദൈവമേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എൻ്റെ തമ്പുരാൻ്റെ വഴി വിട്ടു പോയതാണോ? അത് വ്യക്തമായി നമുക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രഹസ്യം അതിന് ചേർന്ന് ഹഡ്സൺ ടൈലർ പറഞ്ഞൊരു വരി കൂടി ഞാൻ പറയാം. ഒരു മനുഷ്യൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക രഹസ്യമുണ്ട്. ഒരു മനുഷ്യൻ തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പാപരഹസ്യമുണ്ട്. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക രഹസ്യമുണ്ട്.
ഒരു മനുഷ്യൻ നശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പാപരഹസ്യമുണ്ട്. അതുകൊണ്ടാണ് മാത്യുസ്തുതിയം ബാവ തിരുമേനി പറഞ്ഞൊരു വരിയും കൂടെ. ജോർജ് യൂട്ടീസിനൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് സെമിനാരിയിൽ ഒരു വർഷം കുർബാനയെക്കുറിച്ച് തിരുമേനി ക്ലാസ് എടുത്തു. അന്ന് പറഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സിലും ആദ്യത്തെ വരി എന്താണെന്നറിയാം? മക്കളെ, നന്നായി പ്രാർത്ഥിച്ചാൽ നന്നായി ജീവിക്കാം, നന്നായി ജീവിച്ചാൽ നന്നായി പ്രാർത്ഥിക്കാം. ഒന്ന് പറയാമോ? നന്നായി പ്രാർത്ഥിച്ചാൽ നന്നായി ജീവിക്കാം. ഒന്ന് പറഞ്ഞേ. നന്നായി ജീവിച്ചാൽ നന്നായി പ്രാർത്ഥിക്കാം. ഇത് വളരെ എനിക്ക് അന്ന് കേട്ടപ്പോൾ നിസ്സാരമായിട്ടോ, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശക്തി മനസ്സിലായത്. മക്കളെ, നന്നായി പ്രാർത്ഥിച്ചാൽ നന്നായി ജീവിക്കാം, നന്നായി ജീവിച്ചാൽ നന്നായി പ്രാർത്ഥിക്കാം. നമുക്ക് തമ്പുരാൻ മാമോദീസായിലൂടെ ഊതി ഈ തന്നിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെയൊക്കെ ജനനം മുതൽ മരണം വരെയും ദൈവവുമായിട്ടുള്ള രഹസ്യബന്ധം അന്നും ഇന്നും മധ്യസ്ഥതയിലൂടെ നമ്മളിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പ്രകാശ വസ്ത്രം ദൈവികമായി സൂക്ഷിച്ച് പ്രകാശത്തിലൂടെ ഈ സഭയെ വഴി നടത്തിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്, ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. അത് ഞാൻ അവസാനിപ്പിക്കേണ്ട സമയം പോകുന്നത് കൊണ്ട്. രണ്ടാമത്തെ സംസ്കാരം, ഈ വാക്യം തന്നെ വായിച്ച് രണ്ടാമത്തെ സംസ്കാരത്തിലേക്ക് വരാം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. അപ്പോൾ ആദ്യത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. രണ്ടാമത്തെ സംസ്കാരം ഈ വാക്യത്തിൽ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നമ്മുടെ രണ്ടാമത്തെ സംസ്കാര സഭ നമുക്ക് തരുന്നത് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റിയാണ്, മാനവികതയുടെ സംസ്കാരമാണ്. ഈ സഭ നമ്മുടെ ആരാധനയിലൂടെ നമുക്ക് തരുന്ന 2 കോൺക്രീറ്റായ പോയിന്റുകളുണ്ട്. ഒന്ന്, ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് ദ വിക്ടറി ഓവർ സർക്കംസ്റ്റൻസസ്. സ്വയത്തെയും സാഹചര്യത്തെയും അതിജീവിക്കുന്ന സ്വർഗീയ ചിന്ത. പറഞ്ഞു മനസ്സിലായോ? ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് ദ വിക്ടറി ഓവർ സർക്കംസ്റ്റൻസസ്. സ്വയത്തെയും സാഹചര്യത്തെയും അതിജീവിക്കുന്ന സ്വർഗീയ ചിന്ത. ദൈവമക്കളെ, പലരും ഈ സഭ വിട്ടു പോകാനുള്ള മെയിൻ കാരണം എന്തെന്നറിയാമോ? അച്ഛാ, ഇവിടെ വന്നു നിന്നാൽ ഞങ്ങളുടെ വ്യക്തിപരമായ വിഷയമെടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. ഏതാ? ജന്മദിനം, വിവാഹ വാർഷികം. ഈ അടുത്തിടയ്ക്കാണ് ഇത് നമ്മുടെ പള്ളി വന്നത്. പണ്ടില്ല. ഉണ്ടോ അച്ഛാ? ഇല്ല, പണ്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ഞാൻ ചോദിക്കുക, കുർബാനയ്ക്ക് എത്ര ക്രമമുണ്ട് എന്ന് പറഞ്ഞേ. പേടിച്ചാലും ഇറങ്ങിപ്പോവല്ലേ. കുർബാനയ്ക്ക് എത്ര ക്രമമുണ്ട്? നമുക്കൊരു ക്രമം അറിയാം, അതാ കുർബാന ക്രമം, അല്ലേ? കുർബാനയ്ക്ക് 13 ക്രമമുണ്ട്. കുർബാനയിൽ എത്ര തുബ്ദേനുണ്ട് പറഞ്ഞേ? 6 അല്ല, 18 തുബ്ദേൻ. 6 ആര് വായിക്കും? ശുശ്രൂഷക്കാർ. 6 രഹസ്യമായ അച്ഛൻ, 6 പരസ്യമായ അച്ഛൻ. 13 ക്രമങ്ങളും 18 തുബ്ദേനുമുണ്ട്. അതുകൂടാതെ ഈ ചൊല്ലുന്ന ഓരോ ക്രമങ്ങളിലും മാറി മാറി ചൊല്ലിയാൽ, മത്തായിയുടെ ക്രമത്തിൽ പറയുന്ന കർത്താവേ നിന്റെ ഇടവകയിലെ വിവേകബുദ്ധിയുള്ളതായ ആടുകൾക്ക്, പിന്നെ ഒരിടത്ത് പറയുന്ന കരയിലും കടലിലും യാത്ര ചെയ്യുന്നവർ, അതുകൂടാതെ നിന്റെ സത്യത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പിന്നെ പറയുന്നു നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥമുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും. ഇതെല്ലാം ചൊല്ലുന്ന ഒരിക്കലും വ്യക്തി പൂജ സഭയിലില്ല. കാരണം നമ്മൾ എഴുതി കൊടുക്കുന്ന പേരുകൾ, ഇനി നിങ്ങൾ ഓർക്കുക, ഇനി ചോദിക്കും അച്ഛാ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയാം. നിങ്ങൾ എഴുതി കൊടുക്കുന്ന രോഗമാണെങ്കിലും അപേക്ഷയാണെങ്കിലും ഓർമ്മയാണെങ്കിലും ഇതെല്ലാം വൈദികർ തലേന്ന് കൊടുത്താൽ രാത്രി നമസ്കാരത്തിൽ ഓർക്കും. പിറ്റേന്ന് പ്രഭാതത്തിന് തുയോബയ്ക്ക് ഹൈമിനിക്കാൻ നിലത്തിട്ട് യാചിക്കേണ്ട സമയത്ത് ആ സമയത്ത്, പിന്നീട് തുബ്ദേന്, അവസാനം ഈ സമയത്തെല്ലാം വൈദികർ വരച്ച് തന്നെ. കാരണം സഭയിൽ നമ്മുടെ ആരാധനയ്ക്ക് വ്യക്തിപരമായ പേരുകൾ എടുത്തു ചൊല്ലുന്ന പ്രാധാന്യം നമുക്കില്ല. കാരണം പണ്ടൊരു അച്ഛൻ പറയുമായിരുന്നു, കുർബാന കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നത് വലിയൊരു പടക്കക്കോട്ട പൊട്ടിച്ച് ടോന്ന് പറയുന്ന പോലെ ഉള്ളെന്ന്. മനസ്സിലായോ? വലിയൊരു പടക്കക്കോട്ട അങ്ങ് പൊട്ടി, പിന്നീട് അത് കഴിഞ്ഞിട്ട് ടോന്ന് പറയണോ? വേണ്ട. കാരണം കുർബാനയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് ദൈവമക്കളെ. മാത്രമല്ല നമ്മുടെ രാവിലെ തന്നെ ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശത്തട്ടിൻ്റെ കൈവേലയെ കാണിക്കുന്നു. ഇതെല്ലാം ഈ പ്രകൃതിയെയും ഭൂമിയെയും എല്ലാം സങ്കല്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ഇതുണ്ട്. മാത്രമല്ല കുർബാനയിൽ പ്രധാനപ്പെട്ട 5 ഘടകങ്ങളുണ്ട്. വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്, വർഷിപ്പ് വിത്ത് ഫ്ലവർ, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് സോങ്. ഇത് 5 അടങ്ങിയതാ കുർബാന. ഒന്ന് വിശദീകരിക്കാം. വർഷിപ്പ് വിത്ത് ഫയർ, ഇതിൽ അഗ്നിയുണ്ട്, തീയല്ലോ ഈ മദ്ബഹ. വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്, ഇതിൽ ഫലങ്ങളുണ്ട്, ഗോതമ്പപ്പും വീഞ്ഞും ഫലങ്ങളുടെയാണ്. വർഷിപ്പ് വിത്ത് ഫ്ലവർ, ഇതിൽ പൂക്കളുണ്ട്, ഹോശാനിക്കല്ല.
മദ്ബായിലും ഫ്രഷ് പൂക്കൾ വെക്കാം, പ്ലാസ്റ്റിക് ഒന്നും വെക്കരുതെന്നേ ഉള്ളൂ. വർഷിപ്പ് വിത്ത് വാട്ടർ, ഇതിൽ വെള്ളമുണ്ട്. വർഷിപ്പ് വിത്ത് സോങ്, ഇതിൽ പാട്ടുണ്ട്. ഇത് 5 അടങ്ങിയതാണ് വിശുദ്ധ കുർബാന. പക്ഷേ ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴും ശ്രദ്ധിക്കണം. ആലോചിച്ച് നോക്കി, നമ്മുടെ ആരാധന പാട്ടുകൾ ഓരോന്നിൻ്റെ സുഖം നോക്കി. ഈ 2 വരി എല്ലാവർക്കും അറിയാം, പാട്ട് പാടാനുള്ള സമയമില്ല. മോചനമതിനായി പാപികളെ വരുവിൻ, യാചിപ്പിൻ, കൃപ ചെയ്യണമേ നാഥാ, കൃപ ചെയ്യണമേ ധന്യേ മാതാവേ, നിന്നോടുള്ളൻപാൻ പാപത്തിൻ ഭാരം അൻപുടയോ നേ നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ. ഈ പാടുന്ന സുഖം വാഴി ഞാനും രക്ഷിതോ ഇങ്ങനെ നടന്ന് വെള്ളം ഉണ്ടാക്കി കിട്ടൂ. ധാരാളം പേർ ഈ സഭ വിട്ടു പോകാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ ആഴം അറിയില്ല. ദൈവമക്കളെ, മാത്രമല്ല തലേന്ന് വൈകിട്ട് മുതലേ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങണം. എങ്ങനെ? 7 സങ്കീർത്തനം വായിക്കണം. 6, 32, 38, 51, 102, 129, 142. അതുപോലെ രാത്രി നമസ്കാരം നടത്തി ദേവാലയത്തിൽ രാവിലെ തന്നെ വരണം. ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഔഗേൻ ബാവ തിരുമേനിയോട് കൊട്ടേഷനുണ്ട്. മക്കളെ, പള്ളിയിലെ പണമെടുത്ത് വീട്ടിലെ പണത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയമെടുത്ത് വീട്ടിലെ സമയത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. മനസ്സിലായോ? എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. ആദ്യം പോകേണ്ട ഞാനായിരിക്കണം. ഇന്ന് നോക്കി 80, 85, 90 കഴിഞ്ഞ അമ്മമാർ കാഞ്ഞിരക്കമ്പം കുത്തി രാവിലെ പള്ളി വരുന്നത് എന്താ? ഇന്ന് ഈ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരയുന്നത് 70 വയസ്സ് കഴിഞ്ഞവരെ. ഇന്നും തലൂർ പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ 72 വയസ്സുള്ള ഒരു അച്ഛൻ ദൂരെ വന്ന് കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പോയപ്പോൾ എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി. പ്രിയമുള്ളവരെ, അവരുടെ തീഷ്ണത, മുട്ടെടുക്കാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ. പക്ഷേ ആരോഗ്യമുള്ളവർക്കെല്ലാം ഈ കുർബാനയുടെ രഹസ്യം അറിയില്ല. കുർബാന തുടങ്ങി ഒരു പകുതി മുക്കാലാകുമ്പോഴും ഒരു മൊബൈലും കറക്കി ചുറ്റും കറങ്ങി. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഓർക്കണം, ഇതിൻ്റെ ആഴം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ഞാൻ പറയട്ടെ, ഈ കുർബാനയ്ക്ക് പ്രഭാതം മുതലേ ഒരുങ്ങി വന്ന് നിങ്ങളൊന്ന് കുർബാന കൊണ്ടു നോക്ക്. അത് ജോർജ് കുട്ടി അച്ഛനോ, ഗീവർഗീസ് അച്ഛനോ, ടൈറ്റസ് അച്ഛനോ, ജോബി അച്ഛനോ, സുജി അച്ഛനോ, ഏതച്ഛൻ കുർബാന വന്നാലും അത് തിരുക്കരങ്ങൾ കൊണ്ടു തരുന്ന കുർബാനയാണ്. നിങ്ങളുടെ രോഗം മാറും. നിങ്ങൾ പിന്നൊരു വിഷയം വെച്ച് പ്രാർത്ഥിക്കേണ്ട. അതിൻ്റെ അർത്ഥം ജന്മദിനമുള്ളവരെ ഓർക്കണ്ടാന്നോ, വിവാഹ വാർഷികം ഓർക്കണ്ട, അതൊക്കെ കൊടുക്കാം. നമുക്ക് കുർബാനയിൽ അല്ലാതെ പേര് കൊടുക്കാമല്ലോ. ഇത് കുർബാന കഴിഞ്ഞെന്ന് ഓർത്താൽ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുർബാനയുടെ പവർ അറിഞ്ഞാൽ സഭാപിതാക്കന്മാർ പേര് കൊടുത്തിട്ടുണ്ട്. ദ സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ്, ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി. ഇത് അമർത്യതയുടെ ഔഷധമാണ്. ഇത് കൂദാശയുടെ കൂദാശയാണ്. കോട്ടയം വള്ളിക്കാട് ദേറയിൽ ഞാൻ സെമിനാരിൽ 1-ാം വർഷം പഠിക്കുമ്പോൾ അന്ന് ഔഗേൻ ഡമ്പാച്ചൻ്റെ കൂടെ 6 മാസം മിഷന് പോയി. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വന്ന് ജിജി എന്ന പേരിനുള്ള പയ്യൻ, അദ്ദേഹത്തിന് 42-48 ദിവസം മാത്രം ജീവിക്കുമെന്ന് പറഞ്ഞ് അന്ന് ക്യാൻസറിന് വലിയ ട്രീറ്റ്മെൻ്റ് ഇല്ല 20 വർഷം മുമ്പ്. ഇപ്പം പിന്നെയും ഉണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൽ ഇവൻ മരുന്നിനോടൊപ്പം തന്നെ വന്യനായ ഔഗേൻ തിരുമേനി, അന്ന് റമ്പാച്ചനാണ്, കുർബാന എല്ലാ ശനിയാഴ്ച അവൻ്റെ നാവിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ മരിക്കില്ല, 50 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ പയ്യൻ. ഇവൻ എല്ലാ ദിവസവും പത്രം വായിച്ചിട്ട് ഇവനും എൻ്റെ അമ്മയും കൂടെ മുട്ടുകുത്തി അതിൽ കണ്ണുനീരൊഴുക്കി റമ്പാച്ചൻ കുർബാനയും കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടന്നു. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ വർഷം ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെ ഈ പയ്യനെ ഞാൻ കണ്ടു. നല്ല ജോലിയിൽ. അവൻ പറഞ്ഞാൽ എനിക്ക് അച്ഛനാവാനൊന്നും ആഗ്രഹമില്ല, പക്ഷേ എൻ്റെ സഭയുടെ വിശ്വാസം, എൻ്റെ കുർബാനയുടെ ശക്തി ഞാൻ എത്ര പേരോട് അറിയിച്ചെന്നറിയാമോ? ദൈവമക്കളെ, അത്ര പവറാണ് ഈ കുർബാന, അത്ര വിശുദ്ധിയുള്ളതാണ്. ഇത് തിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വന്നങ്ങ് ബോറടിച്ചിട്ട് ഇപ്പം കസേരകളായി. ഇപ്പം താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിലിരുന്നു. പള്ളിയിലൊക്കെ ഞാൻ പറയും, എൻ്റെ പള്ളിയിലൊന്നും ഞാൻ കസേര ഇടാറില്ല. പ്രസംഗത്തിലിരുന്നാലും കുർബാനയ്ക്ക് ബെഞ്ചിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവരിരുന്നു. പക്ഷേ കുർബാനയ്ക്ക് ഓർക്കണം, അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ ഇരുന്നുകൊണ്ടല്ല, നിന്നുകൊണ്ടാ. സക്കായി നിന്നു നോക്ക്. ഇരിക്കുമ്പം ചിലപ്പോൾ നടുവേദന വരും, കാലുവേദന വരും, ക്ഷീണം വരും, തീർന്നില്ലയോ എന്നൊക്കെ തോന്നും. പക്ഷെ കുർബാന കഴിഞ്ഞ് ഈ പുരോഹിതൻ കാല് താഴോട്ട് വെച്ചിട്ട് നീ സമാധാനത്താൽ പോകാന്ന് പറയുമ്പോൾ കിട്ടുന്ന ദൈവിക തണുപ്പുണ്ടല്ലോ, ഈ വിളക്കേന്ന് തൊട്ട് തൊണ്ടനാളത്തിൽ തൊടുമ്പോൾ കിട്ടുന്ന ശക്തിയുണ്ടല്ലോ,
അതൊക്കെ തിരിച്ചറിഞ്ഞവർ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മുടെ ബർത്ത്ഡേ ഓർക്കണം, വിവാഹ വാർഷികം ഓർക്കണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ കുർബാന, അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, കാരണം ഈ സഭ ഒരിക്കലും വ്യക്തിപരമായ പേരുകൾ എടുത്ത്, ഈ അടുത്തിടയ്ക്കല്ല ഈ പ്രൊജക്ഷനെല്ലാം വന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന ഒരാൾക്കൊരാളുടെ മുഖം കാണാൻ പറ്റൂ? പറ്റില്ല. തലയുടെ പരവശമേ കാണാൻ പറ്റൂ. പുരോഹിതൻ പോലും ഏവൻഗേലിയോൻ പിടിച്ചോണ്ട് മുഖം മറച്ചാ വരുന്നത്, കാസായും ബിലാസായും മുഖം മറച്ചാ വരുന്നത്. പിന്നെ പറയാൻ വേണ്ടി താഴ്ത്തിപ്പിടി, കാരണം ഇവിടെ പുരോഹിതനല്ല പ്രാധാന്യം. തിരുമേനിമാർ പോലും മൂടുപടം കൊണ്ട് മുഖം മൂടും. ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ ധൂപം വീശി മുഖം മറയും. ഇവിടെ ത്രോണോസിന്, വിശുദ്ധ കുർബാനയ്ക്ക്, കാൽവറിയിലെ ക്രൂശിന്, ഈ കുർബാനയ്ക്ക് ആ പ്രാധാന്യത്തിൽ നിന്നാലുണ്ടല്ലോ, ടേൺഡ് ഗോഡ് ആൻഡ് റിജോയ്സ് ആൻഡ് ഹോപ്പ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരിക്കലും എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നല്ല മനുഷ്യർ ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കില്ല. കാരണം ഇയ്യോബിന്റെ പുസ്തകം 42:10 പറയുന്നുണ്ട്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയെന്ന്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മാത്രമല്ല ദൈവമക്കളെ, കുർബാനയ്ക്ക് കൂടുന്ന വൈദികരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 13 ക്രമങ്ങൾ മാറി മാറി ചൊല്ലുമ്പോൾ ഏതെങ്കിലും അച്ഛൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയോ അല്ലെങ്കിൽ ആശ്രമത്തിലെ വൈദികർ സ്വന്തമായി അവർക്ക് വേണ്ടിയോ ഒരു പേര് പറഞ്ഞ് ചൊല്ലാറുണ്ടോ? ഇല്ല. ഒരു വരിയെ പറയുന്നുള്ളൂ, കാല് താഴോട്ടിട്ട്, ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഉടനെ നമ്മൾ എന്താ പറയുന്നത്? ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാന്നാണോ? പറയത്തില്ല. അവിടെ നമ്മൾ പറയുന്നത് എന്താ? കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവികമായ അനുഭവത്തോട് ഓർക്കണം, ഈ സഭ നമുക്ക് തരുന്ന വലിയൊരു പ്രാധാന്യമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മാനവികതയുടെ സംസ്കാരം. കുർബാന ചൊല്ലുന്ന മുഴുവൻ പള്ളിയിൽ വരുന്നവർക്കും വരാത്തവർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്ക് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ശത്രുക്കൾക്കും മിത്രങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ടാണ് ഈ കുർബാന അർപ്പിക്കുന്നത്. അതാണ് സഭ കൊടുക്കുന്ന പ്രാധാന്യം, ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. ദൈവികമായ അനുഭവത്തിലൂടെ അത് സാക്ഷീകരിക്കുമ്പോൾ മറന്നു പോകരുത്, നമ്മുടെ ജീവിത ദർശനത്തിൽ രണ്ടാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. മൂന്നാമത്തെ സംസ്കാരം, താഴോട്ട് ഈ വാക്യം വായിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ. ഇപ്പം 2 സംസ്കാരം പഠിപ്പിച്ചിട്ട് മൂന്നാമത്തെ സംസ്കാരമാണ് ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ. ഈ നല്ല വചനങ്ങൾ നമുക്ക് തരുന്ന മൂന്നാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് കനോട്ടിക്, അല്ലെങ്കിൽ ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി. ഇങ്ങോട്ട് നോക്കേ, വിളക്ക് കത്തിച്ചോട്ടെ. അവിടെ ശുശ്രൂഷയുടെ സംസ്കാരം. എന്താ ശുശ്രൂഷയുടെ സംസ്കാരം? അതിന് ഞാൻ 3 വാക്യം എടുക്കാം. ഒന്നാമത്തെ വാക്യം, ദ കീനോട്ട് ഈ പാസേജ്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ താഴോട്ട് പലർക്കും അറിയാം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ഇനി മറ്റൊരു വാക്യം, 2 തിമോത്തിയോസ് 3:12, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ഇനി 3-ാമത്തെ വാക്യം, എബ്രായർ 12:5, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, ദൈവം തല്ലുമ്പോൾ മുഷിയരുത്, ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും, പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം സമാധാനമായി ലഭിക്കും. എന്താ ഇത് പറയാൻ കാര്യം? ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഏതു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പണ്ടൊക്കെ നമുക്കറിയാം 80-90 കഴിഞ്ഞേ പലരും ഈ ഭൂമി വിട്ടു പോകത്തുള്ളൂ. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് 106 വയസ്സുണ്ടായിരുന്നു, 106 മക്കളും ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരമ്മയാണ്, മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കേട്ടോ. പക്ഷെ അമ്മയുടെ ഒരു ഗുണം 7 നേരം നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ആരും അറിയപ്പെട്ടിട്ടില്ല. പണ്ടൊക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. അവരൊന്നും വലിയ സൗന്ദര്യമുള്ളവരല്ല പുറമേ നോക്കിയാൽ, അല്ലേ? പണ്ടത്തെ ആൾക്കാരൊക്കെ നോക്ക്, കറ്റ ചുടന്നും കിളച്ചും വെയിൽ കൊണ്ടും കറുത്തവരും വെളുത്തവരും ഒക്കെ ഒരുപാട് ക്ഷീണിച്ചവരാ. പക്ഷെ അവർക്കൊരൊറ്റ മുഖമേ ഉള്ളൂ. ചിരിച്ചാൽ ചിരി, കോപിച്ചാൽ കോപം, അല്ലാതൊരു പൊയ്മോഹമില്ല. പക്ഷെ ഇന്നാണെങ്കിലോ നമ്മുടെ മുമ്പിൽ വന്ന് ചിരിക്കുന്ന, അത് പള്ളിയിലായാലും അല്ലാതായാലും എന്ത് പാര വെക്കുന്നവരുണ്ടെന്നറിയാമോ? നമുക്ക് പോലും അറിയത്തില്ല. നമുക്കിന്ന് ആരെ എത്ര വിശ്വസിക്കാൻ പറ്റും? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മുടെ മുഖം അത്ര കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യും,
നീ ഇന്ന് പലരെയും കാണിക്കുന്ന മുഖം കറക്റ്റ് അല്ല, അതുകൊണ്ട് നീ ഒരു മാസ്ക് അങ്ങ് വെച്ചു, അല്ലേ? നമ്മുടെ ഒറിജിനൽ മുഖമല്ല. മാത്രമല്ല, ഇപ്പം കൊട്ടാരക്കരക്കിടക്ക് പോയി കഴിഞ്ഞാലേ അച്ഛന്മാരെ കണ്ടാൽ പോലും അറിയാൻ ഹായ് ബായ് പറഞ്ഞങ്ങ് പോയി. പിന്നെ പോയി കഴിയുമ്പോൾ അത് YS അച്ഛനാണെന്ന് അറിയുന്നത്, പിന്നെ അത് ജോർജ് കുട്ടി അച്ഛനാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് പിന്നെ ആരോടും ഒന്നും മിണ്ടിയാൻ വേണ്ട. പലരും ഇങ്ങോട്ട് നോക്കുന്നുണ്ടാ തോന്നി ഏതെങ്കിലും 10 ലക്ഷം രൂപ കൊടുക്കാവുള്ളൂ പോലെ. എന്തോ ഒരു നോട്ടമാണ് നോക്കുന്നേ. കാരണം നമ്മുടെ ഒറിജിനാലിറ്റിയും തമ്പുരാനിപ്പോൾ ഒരു മാസ്ക് ഇട്ടങ്ങ് മറച്ചു. കാരണം ഈ മുഖം ഒരു കപടതയുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. പ്രിയമുള്ളവരെ, എൻ്റെ മുഖത്തിനൊരു മാസ്ക്, എൻ്റെ സംസാരത്തിനൊരു മാസ്ക്. ഇനി അടുത്ത മാസ്ക് എവിടാ വരുന്നതെന്ന് അറിയില്ല. ഇത്രയും വന്നിട്ടും മനുഷ്യൻ പഠിച്ചു. പഠിച്ചവർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇന്നും എന്ത് അഹങ്കാരം! ഈ ലോക്ക്ഡൗൺ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എത്ര കൊലപാതകം ഇവിടെ കഴിഞ്ഞു, എത്ര ആക്സിഡന്റ് ഇവിടെ കഴിഞ്ഞു. പഠിക്കാൻ പാഠം നമുക്ക് തരുമ്പോൾ പഠിച്ചില്ലെങ്കിൽ, ബറിയോനെ ശീമോനെ, നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനാകുമ്പോൾ നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടും, നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. ദൈവമക്കൾ, ഈ കയ്യിലിരിക്കുന്ന മൊബൈലൊന്നും ഒരു തെറ്റൊന്നുമല്ല. എന്ത് പ്രയോജനം മൊബൈലുണ്ട്, എന്തുമാത്രം ഗുണങ്ങളുണ്ട്. പക്ഷെ ഇത് വൈകിട്ട് പ്രാർത്ഥിക്കേണ്ട സമയത്തും കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോഴും ഓൺ ചെയ്യരുത്. കാറിലിട്ടേ അകത്ത് കയറാവും. എനിക്ക് എത്ര പേരെ അറിയാം. അത് ഏറ്റവും കൂടുതൽ തിരക്കും ഇമ്പോർട്ടൻസും ഉള്ളവരാണ് പള്ളിയിൽ മൊബൈൽ മാറ്റി വെച്ചിട്ട് വരുന്നത്. ഇത് മാത്രമല്ല, വന്നിരുന്ന് ചെവിക്കകത്ത് വെച്ച് കുർബാന ഇടയ്ക്കും തുബ്ദേൻ്റെ ഇടയ്ക്കും ഹലോ. ഇപ്പം പണ്ട് ആണുങ്ങൾക്കായിരുന്നു. ഇന്ന് അതിനേക്കാൾ ശല്യം ബൈബിള് പോലെ കൊണ്ട് നിരത്തി വെച്ചിരിക്കുകയാണ് പള്ളിക്കകത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളിത് പറ്റുമെങ്കിൽ പള്ളിക്കകത്ത് ഇത് കാണിക്കുക പോലും ചെയ്യരുത്, കാണിക്കരുത്. ഞാനിത് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഇന്ന് വരെയും പള്ളിക്കകത്ത് വെച്ച് ഞാൻ ഈ മൊബൈൽ എടുത്തിട്ടില്ല. അറിയാതെ കാണാൻ ലക്ഷ ടൈമിൽ എടുക്കുമ്പോഴും ഒരു കോൾ വന്നാൽ ഞാനത് പുറത്ത് വെച്ച് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഭക്തി കൂടിയെന്നല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ സംസാരം ആരോട് മാത്രമാണ്? പറഞ്ഞേ, ഉറക്കപ്പറ, ഒരുമിച്ച് പറ. ഇവിടെ സംസാരം ദൈവത്തോടെ മാത്രം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പരസ്യം തന്നെ ഓർത്തു നോക്കി. മൊബൈൽ ഫോണിൻ്റെ പരസ്യം, ലോകം പണ്ടത്തെ റിലയൻസിൻ്റെ പരസ്യമെന്ന് തോന്നുന്നു. ലോകം കയ്യിൽ ഒതുക്കും, ഒരു തുള്ളി വെള്ളം ഒതുക്കാൻ പറ്റൂ. വേറൊരു പരസ്യം ഉണ്ടായിരുന്നു, ആസ്വദിക്കൂ അനുഭവിക്കൂ, ആസ്വദിക്കൂ അനുഭവിക്കൂ. ഫോൺ വിളിച്ച് ആസ്വദിച്ചു, ബില്ല് വരുമ്പം അനുഭവിച്ചു. അത് ബില്ല് വരുമ്പോൾ മാത്രമല്ല, പലതരത്തിലാണ്. അതുകൊണ്ട് വേണം എനിത്തിങ് പ്രസന്റ്, നീറ്റ്ലി പ്രസന്റ്. എൻ്റെ തമ്പുരാൻ്റെ ഹിതം വിട്ടുപോകുന്ന ഒന്നും വേണ്ട. ആവശ്യത്തിന് ഉപയോഗിക്കണ്ടെന്നല്ല, TV കാണണ്ടെന്നല്ല. TV തന്നെ ഇപ്പം പ്രായമുള്ള അമ്മമാരൊക്കെ തന്നെ ഇന്ന് കണ്ടാൽ എന്താ അതിന് തെറ്റ്? പക്ഷെ അതിന് ടൈമില്ലേ, അതിന് ടൈം പാസില്ലേ. എനിക്ക് തന്നെ സീരിയൽ കാണാനെങ്കിൽ 10-22 വർഷമായി TV കണ്ടിട്ട് പോലും, സിനിമ കണ്ടിട്ടും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഇരുന്ന് ഒരു മൗനരാഗം ഇരുന്ന് ഒരു പൊട്ടിയെ കല്യാണം കഴിപ്പിക്കുക അമ്മ ഇരിക്കുക. അത് എന്തിനാ ഞാൻ കൂടെ ഒന്നിരുന്നതെന്നറിയാമോ? അമ്മയ്ക്ക് പ്രഷറും ഡയബറ്റിക്കും മറ്റ് അസുഖങ്ങൾ പലതുണ്ട്. ഇത് വൈകിട്ട് ബൈബിള് വായനയും സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്, കാരണം ഡോക്ടർ തന്നെ പറഞ്ഞാൽ പ്രായമുള്ളവരില്ല, അവരിനി ഒരുപാട് അതിലേക്ക് പോകണ്ട. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് അമ്മയ്ക്ക് തലകറക്കവും ഇല്ല, BP കൂടാറും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എന്നാ സന്തോഷമാണെന്നറിയാമോ? അതുകൊണ്ട് ഞാനും അടുത്തിരുന്നിൻ്റെ കഥയൊക്കെ ഒന്ന് കേൾക്കാനുണ്ട്. എൻ്റെ തലയിൽ കൂടെ പോലും ഇതൊന്നും ചിന്തകൾ പോകുന്നില്ല. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒന്ന് കാണാൻ നോക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തെ കരയിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ, നമ്മുടെ ജീവിത ദർശനങ്ങളെ മാറ്റിമറിക്കുവാൻ ഒരു കാരണവശാൽ ഇതിനിടം കൊടുക്കരുത്. അതിനെ നമ്മൾ എന്തിനെയാണ് അകലം പാലിക്കേണ്ടത് വ്യക്തമായി നമ്മളെ തമ്പുരാൻ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. നോക്കി, മന്ത്രിമാരുടെ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ. മിനിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷക്കാരനാ. ഏത് ശുശ്രൂഷക്കാരൻ? തന്നെത്താൻ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ഇന്നും നോക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ത് വ്യക്തിത്വം സൂക്ഷിക്കുന്നവരുണ്ട്. 2 ദിവസം മുമ്പ് ഒരു പത്രത്തിൽ ഒരു മന്ത്രിയുടെ പേര്, കേരളത്തിലൊരു മന്ത്രിയുടെ പേര് ഞാൻ വായിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ രാഷ്ട്രത്തിനും സമൂഹത്തിനു വേണ്ടി ജീവിതം പോലും യാഗമായി മാറ്റിവെക്കുന്ന ധാരാളം രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട്. അപ്പോൾ ഓർക്കണം, നമ്മുടെ തമ്പുരാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ടു സെർവ് ഇറ്റ്, ടു സെർവ് ഇറ്റ്, ടു സെർവ് ഇറ്റ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. കൊടുത്തു കൊടുത്ത് കൊടുത്ത് ദൈവമഹത്വം പ്രാപിക്കണം. അതുകൊണ്ട് ഒസ്താത്യോസ് തിരുമേനി എല്ലാ വേദിയിലും ഏത് സബ്ജക്റ്റിലും പറയുന്നത് മാഫിയ, സോഫിയ, ഗ്ലോറിയ. മാഫിയ, നീ മറ്റുള്ളവരുടെ എല്ലാം വാരിക്കൂട്ടിയാൽ അത് പണമായാലും വസ്തുവായാലും ഓർക്കണം, അത് മാഫിയാണ്.
2 സോഫിയ, നിനക്കുള്ളതെല്ലാം നിനക്കും, എനിക്കുള്ളതെല്ലാം എനിക്കും. മക്കളെ, ഇത് രണ്ടുമല്ല നിനക്ക് വേണ്ടത്. ഗ്ലോറിയ, നീ കരിഞ്ഞാലും മറ്റുള്ളവർ വളരണം. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഞാനോ വളരണം, അവനോ കൊള്ളാം. ഇത്രയും ഞാൻ പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാനോ വളരണം പറയല്ലേ, ഞാനോ കുറയണം, അവനോ വളരണം. യേശുക്രിസ്തു കാൽവറിയിൽ പോലും തൻ്റെ രക്തം പോലും ജീവനായി നമ്മുടെ ജീവിതത്തിനായി യാഗമായി തന്നെങ്കിൽ, അതുകൊണ്ട് ആ സഭാവിശ്വാസത്തിൽ വിവാഹ കൂദാശയിൽ പാടുന്നത്, രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ വിശ്വസ്തേ, സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം. ഇച്ചിരി ഉറക്കെ ഒന്ന് പാടും മക്കളെ. വിശ്വസ്തേ, സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം, ലേശം വേണ്ട അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാവത്തന്നെ. താതാ മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസാം. പിന്നെ പാടി, രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഓരോ പാട്ടും എന്നെ രസമാണ്. ഞാൻ ആലോചിക്കുക, ഈ കൊയർ നമ്മുടെ വിയൂർസിച്ചൻ്റെ കൂടെ ഒരു 50 പേര് നിന്ന് ഒരേ വോയിസിൽ പാടണം. പക്ഷെ പലപ്പോഴും പല പള്ളിയിലും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഡാൻസ് കളിച്ച് പാടുന്നത് കേട്ട് കഴിയുമ്പോൾ ഇതെന്തുവാന്ന് പോലും മനസ്സിലാവത്തില്ല. ഇതിൻ്റെ ഓരോ വരികൾ തന്നെ നോക്കുകയും, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. അപരനെ, നിനക്കെന്തൊരു ഭർത്താവിനെ, നിനക്കൊരു ഭാര്യയെ തന്നു, മേലാൽ ഒരാളെ നീ മോഹിക്കരുത്. അപരനെ നീ മോഹിക്കാതിരുന്നാൽ നിന്നെ ഞാൻ കൈവിടില്ല. ഏതൻ തോട്ടം നട്ടോനെ നീയാണെൻ യുവമണവാളൻ. അതിൻ്റെ മിഡിൽ വരി കേട്ടിട്ടില്ലേ? നാഥ ദൂരെ പോകരുതേ, ഈ ഉള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിവാഹ കൂദാശയുടെ ഒരു പുസ്തകമൊക്കെ വീട്ടിൽ മേടിച്ചൊന്നു കൊയറിൻ്റെ ശബ്ദമൊക്കെ കേട്ടൊന്ന് പാടിപ്പഠിക്കണം. കാരണം ഇതിൻ്റെ ഓരോ ആശയങ്ങളും എത്ര അർത്ഥമാണ്. കാരണം വിവാഹ കൂദാശയിലൂടെ നമുക്ക് തരുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ കാണിച്ചു തന്ന മിനിസ്ട്രിയുടെ ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, വിവാഹ കൂദാശ അവസാനിക്കുന്ന എപ്പോഴാണ്? പറഞ്ഞേ, വിവാഹ കൂദാശ അവസാനിക്കുന്ന എപ്പോഴാണ്? രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ? പറഞ്ഞേ. 2 പേരിൽ ഒരാൾ മരിക്കുമ്പോഴേ ഉള്ളൂ. 2 പേരിൽ ഒരാൾ മരിക്കുമ്പോഴേ വിവാഹ കൂദാശ അവസാനിക്കുന്നുള്ളൂ. ഇരുമയല്ല വരി ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. ഇരുമയല്ല വരി ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും. അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ 2ാമത്തെ ക്രമത്തിൽ മണവാളൻ്റെയും മണവാട്ടിയുടെയും കൈ പിടിച്ച് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ അച്ഛൻ്റെ കൈയും കൂടെ വെക്കും. എന്നിട്ടൊരു 5 കാര്യം പറയും. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിൽക്കുന്നതെന്ന് നല്ലോണം ശ്രദ്ധിപ്പിൻ. ശരിക്കും കല്യാണം കഴിക്കുന്നവർ ഈ 5 വരി മറക്കരുത്. എന്തൊക്കെയാണ്? ജീവമേശ, ഈ കുർബാന മുറിക്കുന്ന ത്രോണോസ്, ജീവമേശ മറക്കരുത്. 2 സ്ലീബ, കുരിശിനെ മറക്കരുത്. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ എങ്ങനെയാ കല്യാണം നടത്തുന്നത്? രാവിലെ തിങ്കളാഴ്ച ആയാലും അച്ഛൻ കുർബാന അർപ്പിക്കും.
കുർബാന അർപ്പിച്ചിട്ട് മാത്രമേ അന്ന് കല്യാണം നടത്തൂ, അല്ലേ? ഇപ്പം പിന്നെ സമയത്തിറക്കൊണ്ട് ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, ഞായറാഴ്ച. കാരണം തിങ്കളാഴ്ച എവിടെ സമയം 4 മണിക്ക് തന്നെ പെയിന്റ് അടിക്കാൻ പോകണം. മാത്രമല്ല ഇത് ഈ പെയിന്റ് എടുത്ത് പൂശുന്ന ആരാ? മണവാട്ടിയേക്കാളും ഒരുങ്ങുന്ന മണവാട്ടിയുടെ അമ്മയായിരിക്കും. ഏതാണ്ട് 1.5 കിലോ അധികം വരും. ഇതെല്ലാം കൂടി ഇന്ന് രാവിലെ തച്ചിനിട്ട് പിടിപ്പിച്ച് മുടിയും കത്തിരിച്ച് കുതിരയുടെ ഒരു ചെരുപ്പ് എടുത്തിട്ട് നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കല്യാണം വല്ലതും വന്നു ഇത്? മോടെ കല്യാണത്തിന് മാന്യമായിട്ട് ഒരുങ്ങണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഭാവിക്കുന്നതിന് മീതെ ഭാവിക്കരുത്. പള്ളിയിലൊക്കെ പൂർവികർ അന്ന് കല്യാണം നടത്തുമ്പോൾ എനിക്കറിയാം, എൻ്റെ മൂത്ത ബ്രദറിൻ്റെ കല്യാണം പറങ്ങാവുട്ടി അച്ഛൻ നടത്തിയപ്പോൾ അന്ന് രാവിലെ കുർബാന ചൊല്ലി അതിനുശേഷം കുർബാന അനുഭവിച്ചിട്ട് വീട്ടിൽ പോയി. 10 മണിയാകുമ്പോൾ മണവാട്ടി വന്നിരുന്നു. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് മണവാളൻ വരും. അതിനുശേഷം എല്ലാവരും ഒക്കെ നിരന്ന് എന്ന കൊയറൊക്കെ ചെറിയ രീതിയിലുണ്ട്. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയചെയ്ത്. ഇത് ചൊല്ലുമ്പം അപ്പൻ്റെ അമ്മയുടെ മണവാളൻ്റെ മണവാട്ടിയൊക്കെ അപ്പൻ്റെ അമ്മയൊക്കെ അവിടെ നിന്ന് കരഞ്ഞ് കയറ്റുവായിൽ കണ്ണുനീർ വീഴുന്ന കാണാം. അതുകൊണ്ടെന്ന് ആ ബന്ധം ഒരു ഡിവോഴ്സിലും പോകില്ല, ഒന്നും മുറിയില്ല. കാരണം അവർ എടുക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. കർത്താവ് കാൽവറിയിൽ വഹിച്ച കുരിശുപോലെ. അതാണ് വിവാഹോദാശൽ പറയുന്നത്, മശിഹ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. മനസ്സിലായില്ലേ ആ വരി? മശിഹ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. യേശു ക്രിസ്തു, അതുകൊണ്ടായി സഭയുടെ കണക്ഷനിൽ തന്നെ വിവാഹോദാശ പറയുന്നത്, മശിഹ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ എങ്ങനെ സമർപ്പിച്ചോ അതുപോലെ എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. എൻ്റെ ഭർത്താവ് എനിക്കൊന്നും ചെയ്തു തന്നില്ലേലും, എൻ്റെ ഭാര്യ എനിക്കൊന്നും ശുശ്രൂഷിച്ചില്ലേ പോലും, എൻ്റെ ദൈവമേ മരണം വരെ. കാരണം എനിക്ക് പള്ളിയിൽ വെച്ചാണ് ഈ കണക്ഷൻ തന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ സ്ലീവ. പിന്നെ പറയുന്നുണ്ട് വെടിപ്പുള്ള ഏവൻഗേലിയോൻ. കല്യാണം കഴിയുമ്പം അച്ഛൻ കാണാം ഒരു ഒപ്പിട്ട് ഒരു ബൈബിൾ എടുത്ത് 2 പേർ കൂടെ തരും. പലരും ഓഡിറ്റോറിയത്തിൽ കളഞ്ഞിട്ട് പോകും ഇത്. കാരണം ബാക്കി ചപ്പൻ ചപ്പറും എല്ലാം വാരിക്കൊണ്ട് പോകും. എന്നാൽ തന്നിരിക്കുന്ന തിരുവചനം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയട്ടെ, നിങ്ങൾ ഇന്ന് മുതൽ പരിശീലിച്ചേ. നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തും ഇട്ടോ, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ, പക്ഷെ നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഒരു വാക്യമിട്ട് ശീലിച്ചു നോക്ക്. വാക്യമിട്ട് ശീലിച്ചു നോക്ക്. വചനം എടുക്കുന്നവനെ വചനം എടുക്കും. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? വചനം എടുക്കുന്നവനെ വചനം എടുക്കും. യേശുവിനെ മാനിക്കുന്നവനെ യേശു മാനിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഇന്നു മുതൽ ആർക്കെങ്കിലുമൊക്കെ ഒരു വാക്യം അയച്ചു കൊടുക്കുക. ചിലർ പുച്ഛിക്കും, ചിലർ സ്വീകരിക്കും. പക്ഷേ നിന്റെ വചനം എൻ്റെ കാലിന് വിളക്കും, എൻ്റെ പാതയ്ക്ക് പ്രകാശം. ചോദിക്കട്ടെ, ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിച്ച് ഏതെങ്കിലും കുടുംബം തകർന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് ജീവമേശ സ്ലീബ ഏവൻഗേലിയോൻ. പിന്നെ പറയുന്നുണ്ട് വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം. ഈ വന്നിരിക്കുന്ന സമൂഹത്തെ മറക്കരുത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊന്നും മതിലില്ലല്ലോ, ഉണ്ടോ? മതിലും കയറ്റമൊന്നുമില്ല. അയൽപക്കത്തുള്ളവരൊക്കെ കയറി ഇറങ്ങി എത്ര സന്തോഷത്തിലാണ് കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ പണ്ടത്തെ അമ്മമാർക്കൊരു സന്തോഷം. വലിയ കറിയൊന്നുമില്ല. ഏലിയാ തിരുമേനി പറയും, മക്കളെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. അതെങ്ങനെ ആകണം? 1 കറി കുറയരുത്, 2 കറി കൂടരുത്. എങ്ങനെ? 1 കറിയിൽ കുറയരുത്, 2 കറിയിൽ കൂടരുത്. ഇതങ്ങ് ടേബിൾ മേശ അങ്ങ് ഒരുക്കുക. അങ്ങ് ഒരുക്കി വട്ടം കറങ്ങി തലയും കറങ്ങും, പിന്നൊട്ട് കൊടുക്കാനും പറ്റത്തില്ല. പണ്ടത്തെ അമ്മമാർ അങ്ങനെയല്ല. ചെറിയൊരു കറിയും ചെറിയൊരു പുളിശ്ശേരിയും ഒക്കെ കൊടുത്ത് നന്നായിട്ട് എന്നും ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ കൊടുത്തോണ്ട് എന്താ, മുസ്ലിം സഹോദരങ്ങൾ പറയുന്നുണ്ട്, അന്നദാനം ആപത്ത് തടയും. അന്നദാനം ആപത്ത് തടയും. ഇന്ന് ആർക്ക് ആഹാരം കൊടുക്കുന്നു? ആരോടെങ്കിലും. എല്ലാ വീട്ടിലും ഗസ്റ്റ് റൂമുണ്ട്. എത്ര ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ? എല്ലാ വീട്ടിലും ഗാർഡനുണ്ട്. എത്ര സൗന്ദര്യമുണ്ട് ഭവനത്തിൽ. അതുകൊണ്ടല്ലേ അയ്യപ്പ പണിക്കർ നാടവിട മക്കളെ എന്നുള്ള കവിതയിൽ പാടി, കാടവിട മക്കളെ വീടവിട മക്കളെ യന്ത്രം കറക്കുന്ന തന്ത്രം ജപിക്കുന്ന മന്ത്രിമാരരുളാത്ത കുടിലും കുലങ്ങളും ചുടിചാമ്പലാകാത്ത കാടിൻ്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുലടയുടെ വേദാന്ത പടുമൊഴികളോതാത്ത തളരും മനുഷ്യൻ്റെ തല വെട്ടി വിൽക്കാത്ത കുതറും മനുഷ്യൻ്റെ കുടൽമാല കീറാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത കൂടോത്രമില്ലാത്ത കരളുകൾ കരയാത്തൊരെൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട് എവിടെ എൻ്റെ മക്കളെ? കാബറ കോവളം ഉടന്തടി കഥകളി മധുവിധു പൊന്മുടി പൊന്നു ബിസ്ക്കറ്റുകൾ ഗൾഫ് കൊട്ടാരങ്ങൾ കാണാത്തവരെൻ്റെ നാട്, എൻ്റെ നാട് എവിടെ എൻ്റെ മക്കളെ? ഇതെല്ലാം ഉണ്ട് മക്കളെ, പക്ഷേ സമാധാനവും സഹോദരി ഇല്ല മക്കളെ. ഒബദ്യ 1:12 പാടുന്നു, പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരൻ്റെ നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്.
പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടന്നാൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മളല്ല, നമ്മുടെ അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ എങ്ങനെയാണ് പോയിരുന്നത്? ഒരു പൊതി കെട്ടി അല്പം വെള്ളമെടുത്ത് അവിടെ ചെന്നിട്ട് പറയും, ചേട്ടത്തി നീ വീട്ടിൽ പോകും, ഇനി ഞാനിവിടെ നിൽക്കാം, ഒന്ന് കുളിപ്പിച്ച് ഒന്ന് നോക്കി അല്പം പണമൊക്കെ കൊടുത്ത് ഇന്ന് പോയി ജസ്റ്റ് ഒരു വിസിറ്റ്, പറ്റുമെങ്കിൽ അവിടെ നിന്ന് ഓറഞ്ഞും കഴിച്ചിട്ട് പോരും. ഗുണപ്പെടുത്താൻ പോവല്ല, ഇങ്ങോട്ട് പോകാതിരിക്കാമോ? നമ്മളെ മനസ്സാക്ഷിയിലൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. എത്ര രോഗികളെ വിസിറ്റ് ചെയ്തിട്ട് ആ രോഗത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി ഒന്ന് കയ്യെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകാൻ, ഒരു കുപ്പി ചൂടുവെള്ളം കൊണ്ടു കൊടുക്കുവാൻ, ഒരു പൊതി കെട്ടിക്കൊടുക്കാൻ. പന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴും ടാറ്റാ സൂമോയിലും കോളിസിലും ഇന്നോവയിലും പോയി കയറി ഇറങ്ങിയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം മിനിസ്ട്രിയിലൂടെ ജീവിതത്തിൽ ദർശനമാവില്ല, മറന്നു പോകരുത്. ഇത് ഞാൻ പറയുമ്പോഴും ക്ഷമയോടെ ബൈബിൾ എടുത്ത് കൈകൂപ്പി പറയുന്നുണ്ട്. ഇതിൻ്റെ 10 ഇരട്ടി ചെയ്യുന്നവർ ഇന്നും ഈ മണ്ണിലുണ്ട്, ദേശത്തുണ്ട്. അത് ഞാൻ മറന്നിട്ടല്ല പറയുന്നത്. സഹോദരങ്ങളെ, ദ മിനിസ്ട്രി എന്തിനെ നാളെ നമുക്ക് ആ വ്യക്തിയെ കാണണമെന്നില്ല. എൻ്റെ കൂടെ തന്നെ സെമിനാരിൽ സീനിയറും ജൂനിയറുമായി പഠിച്ച 7 അച്ഛന്മാർ ലോകത്തോടെ യാത്ര പറഞ്ഞു. 4 കൊച്ചന്മാർ മരിച്ചു. പല വൈദികരും രോഗികളായി തുടങ്ങി. ആരോടാണ് പിണക്കം? ആരോടാണ് വെറുപ്പ്? ആരോടാണ് ശത്രുത? ചെയ്യാവുന്ന നന്മകൾ ചെയ്ത് ദൈവിക സ്നേഹത്തിൽ മിനിസ്ട്രിയുടെ ശുശ്രൂഷ കാണിക്കുക. അതാണ് മക്കളെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ജീവമേശ, സ്ലീബ, ഏവൻഗേലിയോൻ, ജനക്കൂട്ടം. പിന്നെ പറയുന്നുണ്ട്, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാവുന്നു നിങ്ങൾ നിൽക്കുന്നതെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി ചിലരൊക്കെ കണ്ടിട്ടുണ്ടോ? പല പള്ളിയിലെയും അച്ഛന്മാരുടെ മെയിൻ വിജയം എന്താണെന്നറിയാമോ? അച്ഛനോടൊപ്പം തന്നെ നിൽക്കുന്ന നല്ല ട്രസ്റ്റി, സെക്രട്ടറിയും കമ്മിറ്റിക്കാരും. പല പള്ളിയിലെയും ചില ട്രസ്റ്റിമാർ അത്യാവശ്യം മദ്ബഹിൽ വരെ കയറും. ഓഫീസിലെ ജോലിയെല്ലാം കാണും, എങ്കിൽ പോലും ആ വൈദികൻ ഈ നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കൽപ്പനയിൽ വികാരിയും അസിസ്റ്റന്റ് വികാരിയും ദേശത്തെ പട്ടക്കാരും പള്ളി കൈക്കാരന്മാരും ശേഷം ജനങ്ങൾ കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴുക. കേരളത്തിന് പുറത്തൊക്കെ ഞാൻ വിദേശത്ത് ധാരാളം പോയിട്ടുണ്ട്, ലണ്ടൻ ഉൾപ്പെടെ. പക്ഷേ അവിടെ എല്ലാം എനിക്കറിയാം, പള്ളിയിലൊരു പ്രസംഗമോ കുർബാനയോ നടന്നാൽ അവരാരും ഓഫീസിലിരിക്കില്ല. ചില എമർജൻസി കേസിലിരിക്കും, നമ്മുടെ ധാരാളം. പക്ഷെ മറ്റു ചിലരെ എനിക്കറിയാം, ഈ ഒരു ചുമതല ഏറ്റുപിടിച്ചാൽ 1 വർഷത്തേക്ക് ഇവന് പള്ളിക്കകത്ത് കയറത്തില്ല. ഒരു ഉണക്ക ബാഗും കഷ്ടത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടാൽ തോന്നും ഇദ്ദേഹത്തിൻ്റെ തലയക്കട ഇത് മൊത്തം പോന്നേന്ന്. ഈ മൂങ്ങ ഉറങ്ങാറില്ല. മൂങ്ങ കണ്ണു തുറന്ന മൂങ്ങയുടെ ധാരണ ഇത് ഉറങ്ങാത്തത് കൊണ്ടാണ് ലോകം അവസാനിക്കാത്തതെന്ന്. മറന്നു പോകരുത്, നമ്മുടെ തലയിൽ കൂടെ ഒന്നും പോകുന്നില്ല. കണ്ണുനീരൊഴുക്കി പുരോഹിതനോടൊപ്പം നിന്ന് ശരിക്കും ദൈവികമായി നിന്ന് നമ്മുടെ ഭവനം, അച്ഛൻ്റെ ഭവനം, നമ്മുടെ മക്കൾ, തലമുറകൾ, മറിയാമിൻ്റെ പാട്ടിൽ അതാ പാടുന്നത്, തലമുറകളായും വംശങ്ങളായും നിലനിൽക്കും. ആ കൃപ പള്ളിയോട് ചേർന്ന് ഒരു കുടുംബം തകർന്നിട്ടില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന ട്രസ്റ്റിക്കോ സെക്രട്ടറിക്കോ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർക്കൊന്നും ഒരു ശമ്പളമില്ലല്ലോ. പക്ഷെ ഉടയ തമ്പുരാൻ്റെ ശമ്പളമുണ്ട്. നിങ്ങൾ എഴുതുന്ന ഓരോ റെസിപ്റ്റിനും, നിങ്ങൾ കാണിക്കുന്ന ഓരോ അർപ്പണത്തിനും, നിങ്ങൾ കാണിക്കുന്ന വിനയത്തിന്, സ്നേഹത്തിന്. ദൈവമക്കളെ, പള്ളിയുടെ പേരും സ്ഥലവും ഞാൻ പറയുന്നില്ല. 8 ദിവസം ഹാശാഴ്ചയിൽ ഒരു പള്ളിയിൽ ചെന്നു. രാവിലെ മുതലേ വന്നിരുന്ന് എല്ലാ ദിവസവും നോട്ട്സൊക്കെ എഴുതി. ഈ നമസ്കാരങ്ങൾ കഷ്ടാനുവാഴ്ച ഭയങ്കര ഒരുപാട് ദീർഘമുള്ള നമസ്കാരമാണെന്നറിയാം. ഇതിനെല്ലാം വന്നിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച 3 പെൺകുട്ടികൾ ഉൾപ്പെടെ ആ പള്ളിയെല്ലാം തുടച്ച്, പള്ളിക്ക് കെയർടേക്കറൊക്കെ ഉണ്ട്, പക്ഷെ ഇവരാണ് പള്ളിയെല്ലാം തുടച്ച്. എന്നാ ഉത്സാഹമാണ്! എല്ലാ പ്രസംഗവും ഇവർ കുറിച്ചെടുത്ത്, ഭാര്യ മാത്രം കാലിന് സ്വാധീനമില്ലാതെ പുറയിലിരിക്കുക. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, അദ്ദേഹം ആ സ്റ്റേറ്റിലെ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ബ്രാഹ്മണനായിരുന്നു. നമ്മുടെ സഭയിൽ ചേർന്ന് 38 വർഷമായി. 8 വർഷം ട്രസ്റ്റി, 7 വർഷം സെക്രട്ടറി. അദ്ദേഹം പറച്ച ഇലക്ഷനൊന്നും ഞാനും ഇല്ല, പക്ഷെ ആരുമില്ലെങ്കിൽ ഞാൻ ഏൽക്കും. പക്ഷെ എനിക്കിഷ്ടം എൻ്റെ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. പള്ളി തുടച്ചുകൂടെ, പള്ളി തൂത്തുകൂടെ, പള്ളിക്ക് വേണ്ടി ആരും അറിയപ്പോൾ ഒരു പേരും വേണ്ട. സെമിനാരിൽ പോകുമ്പോൾ എൻ്റെ ഡയറിയിൽ PM ജോണച്ചൻ എഴുതുന്നൊരു വരിയുണ്ട്, കുഞ്ഞെ, പ്രശസ്തനായില്ലേലും വിശ്വസ്തനായി തീരണം, പ്രശസ്തനായി തീർന്നില്ലേലും വിശ്വസ്തനായി തീരണം. അപ്രകാരം ദ കീനോട്ടിക് പാസേജ്, ദൈവികമായ മിനിസ്ട്രിയുടെ അനുഭവത്തിൽ ജീവിക്കുക. സമയച്ചുരുക്കം കൊണ്ട് 4-ാമത്തെ കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3 സംസ്കാരം ഞാൻ പറഞ്ഞു. ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം, മാമോദീസയുടെ സംസ്കാരം. ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മാനവീയതയുടെ സംസ്കാരം. ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. അവസാനത്തെ സംസ്കാരം അല്പം ശബ്ദം കുറഞ്ഞു പറയാം, ദ കൾച്ചർ ഓഫ് ഫെയർവെൽ, യാത്രയപ്പിൻ്റെ സംസ്കാരം. ഈ ശവസംസ്കാരത്തിൽ അവസാനത്തെ ക്രമത്തിൽ ഒരു സദറയുണ്ട്. ആത്മാക്കളുടെ രക്ഷിതാവും ശരീരങ്ങളുടെ നിർമ്മിതാവും, നിർമ്മിതമായുടെ ശരണവും ശരണമായുടെ പ്രത്യാശയും, കപടക്കപ്പെട്ടോട് ഉയർപ്പും, മരിച്ചോടെ പുനരുത്ഥാനവും. ഇങ്ങനെ 9 വിശേഷണങ്ങൾ അടങ്ങിയ ദീർഘമായൊരു ശുശ്രൂഷ. പല പള്ളിയിലും ഈ ഇത് നടത്തുന്ന സമയത്ത് എല്ലാവരും അങ്ങ് ഇരിക്കുക, വയ്യാത്തവരിരുന്നു. ഇപ്പം അച്ഛന്മാർ തന്നെ പറയും, ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ
പരിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നു, എല്ലാവർക്കും എഴുന്നേൽക്കുക, ഇല്ല കലാഭവന്റെ നാടകം തുടങ്ങുന്ന പോലെ അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. അങ്ങനെ ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു സംസ്കാരമായിരുന്നു വെച്ചാൽ പണ്ട് അല്ല. തുടക്കം മുതൽ ഒടുക്കം വരെയും നിൽക്കും. ഇവിടെ കൗമ നമസ്കരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റൂ, സദറ വായിക്കുമ്പോൾ ഇരിക്കാൻ പറ്റൂ. ഇത് ഈ സമയത്ത് അങ്ങനെയുള്ളവർ ആ സമയത്ത് തുടങ്ങിയിരുന്നു. തിരുവചനം അതിനേക്കാൾ മഹത്വമുള്ളതല്ലേ നമസ്കാരം. പിന്നെ വയ്യാത്തവർ വേണ്ട, അത് ചില ചെറുപ്പക്കാർക്കും സർജറി കഴിഞ്ഞവരുണ്ട്. പക്ഷെ മനസ്സാക്ഷിക്കൊന്ന് ചോദിക്കണം, ഈ ശുശ്രൂഷ ഇവിടെ തിരുമേനിമാരും അച്ഛന്മാരും നടക്കുമ്പോൾ ഇരുന്ന് മൊബൈലും കളിച്ച് അവിടെ ഇരിക്കുന്നത് ശരിയാണോ? അല്ല ദൈവമക്കളെ, അത് നമ്മൾ ഓർക്കണം. ഏവൻഗേലിയോന് പ്രാധാന്യമുണ്ട്, അതുപോലെ നമസ്കാരത്തിനുമുണ്ട്. ഒരവസരത്തിൽ നമുക്ക് പറ്റില്ല, അന്നങ്ങ് ഇരുന്നോ, ഒരു കുഴപ്പമില്ല. മുട്ടുകുത്താൻ പറ്റാത്ത, എഴുന്നേക്കാൻ പറ്റാത്ത, ഇരിക്കാൻ പറ്റാത്ത, നടക്കാൻ പക്ഷെ പറ്റുമ്പോഴോ ഒരു വണ്ടി ഓടിത്തേയണം, കടന്നു തുരുമ്പിക്കരുത്. തമ്പുരാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ നമുക്കെല്ലാം ഒരു യാത്രയപ്പിൻ്റെ സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് ശവസംസ്കാരത്തിൽ ശോശപ്പ കൊണ്ട് മൂടി തൈലമൊഴിക്കുമ്പോൾ പറയുന്നുണ്ട്, പ്രയത്നമുള്ള വിശ്രമത്തിനും വിശുദ്ധന്മാരുള്ള സഹവാസത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ തൈലമൊഴിക്കുക. ഇനി ഞാനൊന്ന് ചേർത്ത് കണക്ട് ചെയ്യട്ടെ. മാമോദീസയുടെ സംസ്കാരം, ശവസംസ്കാരത്തിൻ്റെ സംസ്കാരം, ഈ രണ്ട് സംസ്കാരത്തിലും ശോശപ്പയുണ്ട് അല്ലേ? മാമോദീസായിൽ ഉയർത്തപ്പെട്ട് അവിടെ ഒഴിച്ച മൂറോൻ ആ തൈലമായിരുന്നെങ്കിൽ, ഇതാ ശോശപ്പായിൽ ഈ ശവസംസ്കാരത്തിൽ ആ ശോശപ്പ മുഖത്തിട്ട് അവിടെയും കുരിശാകൃതി തൈലമൊഴിക്കും. മറ്റൊരിടത്ത് മൂറോനും, തുടക്കത്തിൽ മൂറോനും, ഒടുവിൽ തൈലവും. അപ്പോൾ ഈ രണ്ട് ശോശപ്പയുടെ ഇടയിലുള്ളതാണ് ക്രൈസ്തവന്റെ ജീവിത സാക്ഷ്യം. ഓർക്കണം, എന്നെ സഭയിലൂടെ പ്രകാശവസ്ത്രം ധരിപ്പിച്ച് മാമോദീസായിലൂടെ അവണീശ്വരം പള്ളി ചേർത്തെങ്കിൽ എന്നെ തമ്പുരാൻ ഈ മണ്ണിൽ നിന്ന് ഏത് പ്രായത്തിൽ വിളിച്ചാലും നല്ലൊരു സാക്ഷി ജീവിതമുള്ളവരായി ഈ ഭൂമി വിട്ടു പോകണം. ചേർന്ന് പറയട്ടെ, ഏത് പ്രായത്തിൽ വിളിച്ചാലും പേടിക്കരുത്. ഇപ്പം ഞാൻ തന്നെ 19 വയസ്സിനടുത്തായി. ഞാൻ ചിന്തിക്കും, ദൈവമേ പെട്ടെന്ന് മരിച്ചാൽ എൻ്റെ മക്കൾ. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. 4 പെൺമക്കളുമായി അപ്പനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചൊരു കുടുംബം എനിക്കറിയാം, കത്തോലിക്കല്ലേ. എല്ലാവരും ധരിച്ച ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ഇല്ല, 4 കുഞ്ഞുങ്ങൾ, 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. 4ാമത്തെ കുഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്നു. തമ്പുരാൻ നോക്കും. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, മുട്ടിപ്പായി പ്രാർത്ഥിപ്പിൻ. സഹോദരങ്ങളെ, നിരാശയെന്നും പ്രശ്നമെന്ന് 2 വാക്കും ബൈബിളിൽ ഇല്ല. മനസ്സിലായില്ലേ? നിരാശയെന്നും പ്രശ്നമെന്നും 2 വാക്കുകൾ ബൈബിളിൽ ഇല്ല. തൻ്റെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് ഈ നമുക്ക് അനുശോചനം പോലും എപ്പം വന്നതാ. നമുക്ക് അനുശോചനമില്ല, പള്ളിക്കകത്ത് വെച്ച് പറയുകയും ചെയ്യരുത്. എൻ്റെ പിതാവിൻ്റെ അടക്കത്തിന് വന്ദനായ ജോഷുവച്ചൻ മാത്രമേ കർത്തൂപ്പായിട്ടുണ്ട് 2 വാക്ക് പറഞ്ഞോളൂ. ഈ പള്ളിക്കകത്ത് ഇത് കാരണം അനുശോചനം പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം തെറ്റാണ്. നമുക്കുള്ളത് അനുസ്മരണമാണ്. മനസ്സിലായില്ലേ? കാരണം തൈലമൊഴിച്ച് കുഴിയിലേക്ക് ഇറക്കുമ്പോൾ പാടുന്ന എന്താ? ക്രോപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പറുദീസാതൻ അവകാശി വരിക, കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. വത്സലരെ ദൂരത്തന്തേനു നിൽക്കും നേൻ, അരികിൽ വരിൻ സ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. ഒന്നുകൂടെ, അടുത്തിടയ്ക്ക് ടോം ജെ തച്ചങ്കേരി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ മറ്റന്നാൾ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സീഡികളൊക്കെ ഒത്തിരി പ്രശസ്തമാണ്. അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വൈഫ് ക്യാൻസർ വന്ന് മരിച്ചു. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ എഴുതി ട്യൂൺ ചെയ്തൊരു പാട്ട് MG ശ്രീകുമാർ പാടി. ഇപ്പം നമ്മുടെ കൊയറൊക്കെ അത് പാടാറുണ്ട്. നിങ്ങളതിൻ്റെ ട്യൂണിനേക്കാൾ ഉപരി അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോരുമ്പോൾ ബന്ധുനീറിയോ നിൻ മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചൊല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നുപോയി, ആദിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി, ദൈവ
ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരെ പെറ്റ് നോപ്പമുണർന്നിടാൻ. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനും സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഇത് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞപ്പോൾ ആ കണ്ണുനീരിൽ ഞാനും കരഞ്ഞുപോയി. അത്ര അർത്ഥമുള്ളൊരു പാട്ടാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ അനുതാപത്തിൻ്റെ കണ്ണുനീർ അത് പ്രത്യാശയുടെ കണ്ണുനീരായി മാറണം. നമ്മളെ ഏത് പ്രായത്തിൽ വിളിച്ചാലും വിശുദ്ധന അസീസി പറയുന്ന പോലെ ഒരിക്കലും മരണം നിന്നെ ഒരുക്കമില്ലാത്തവനായി കണ്ടുമുട്ടരുത്. നമുക്കതുകൊണ്ട് 4 സംസ്കാരം പഠിക്കാം. അവസാനത്തെ സമയ ചുരുക്കം കൊണ്ട് ഞാൻ അങ്ങ് ചുരുക്കിയതാണ്. 1, ദ കൾച്ചർ ഓഫ് ബാപ്റ്റിസം മാമോദീസയുടെ സംസ്കാരം. 2, ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി മാനവികതയുടെ സംസ്കാരം. 3, ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി ശുശ്രൂഷയുടെ സംസ്കാരം. 4, ദ കൾച്ചർ ഓഫ് ഫെയർവെൽ യാത്രയപ്പിൻ്റെ സംസ്കാരം. ഈ 4 സംസ്കാരത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ യേശു, എൻ്റെ ദൈവം, എൻ്റെ പരിശുദ്ധാത്മാവ് ആരെന്ന് നന്നായി തിരിച്ചറിയണം. ദൈവവിശ്വാസം ഇല്ലാതെ ഈ ഭൂമി ജീവിക്കരുത്. എൻ്റെ ദൈവം വലിയവനാണ്. യെശയ്യാവ് 40:12 പറയുന്നുണ്ട്, തൻ്റെ ഉള്ളംകൈയിൽ വെള്ളമെടുക്കുകയും ചാടുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളിത്തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വീട്ടിൽ ചെന്ന് ഈ വരിയൊന്ന് നോക്കണം. യെശയ്യാവ് 40:12 തൻ്റെ ഉള്ളംകൈയിൽ വെള്ളമെടുക്കുകയും ചാടുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളിത്തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ. അവൻ സർവശക്തനാണ്. വീണ്ടും സദൃശ്യവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങുന്നവനാർ. ആഴിയെ പൂഴി കൊണ്ട് വേർതിരിച്ചവനാർ. വെള്ളത്തെ തൻ്റെ വസ്ത്രത്താൽ പിടിച്ചു കെട്ടിയവനാർ. അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായുടെ ദൈവിക ശക്തിയാൽ ഈ ഭൂമിയിൽ സഭയുടെ സത്യവിശ്വാസം ശരിയായി പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഇമ്പകരമായൊരു ശബ്ദമുണ്ട്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കുമാറാകട്ടെ.